ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു സാധകൻ തുടക്കത്തിൽ സാധന അനുഷ്ഠിച്ചു വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒട്ടേറെ സംശയങ്ങൾ ഉദിക്കുന്നുണ്ടാവാം. അത് ഒരു സാധകൻ അവൻ ഗുരുവിനോടൊത്ത് സത്സംഗം ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യോത്തരം അവൻ ഗുരുവിനോടൊപ്പം താമസിച്ച് ഒരു ഗുരുകുല വിദ്യാഭ്യാസം നേടുന്ന സമയത്തായിരിക്കാം അവൻ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നത്. അവൻ്റെ ചോദ്യങ്ങളെല്ലാം ഗുരുവിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. അത് സ്വാഭാവികമാണ്. ഏതൊരു സാധകനും ഈ ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ ഉദിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം അവൻ്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഗുരു എപ്പോഴും ആ വഴി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഗുരുവിന് മാത്രമേ അത് സാധിക്കുകയും ചെയ്യുള്ളൂ. കാരണം ഗുരു ആ സത്യത്തെ അറിഞ്ഞ് നമ്മുടെ മുന്നിൽ, ഒരു സാധകൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, അവനെ ഉയർത്തി ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പലപ്പോഴും ഈ സത്സംഗങ്ങൾക്കിടയിൽ ഈ ഉത്തരം നൽകുമ്പോൾ, ഗുരു ഉത്തരം നൽകുമ്പോൾ സാധകന് ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാം. കാരണം അവൻ്റെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചാണ് ഗുരുവിനെ ശ്രവിക്കുന്നതും ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. ഈ ഉത്തരങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതും പറയുന്ന ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അവൻ്റെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചാണ്. അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻസ് വരും, സംശയം വരും, ഗുരുവിനോയെ സംശയം വരും, ഗുരു പറയുന്ന ഉത്തരങ്ങളെ സംശയം വരും, ഇതെല്ലാം വരും. ഇനി ആ സാധകൻ ആ ഉപദേശം അനുസരിച്ച് മുന്നോട്ട് പോയി എന്നിരിക്കട്ടെ. എന്നാൽ കുറച്ച് ദൂരം എത്തുമ്പോൾ അവൻ വീണ്ടും ഒരിടത്ത് നിന്നു പോകും. മുന്നോട്ടുള്ള വഴി അവന് ഒരു തടസ്സമായിട്ട് തോന്നാം. അല്ലെങ്കിൽ അവൻ്റെ ഗുരു ഉപദേശിക്കുന്നത് അവനെ വേദനിപ്പിക്കുന്നുണ്ടാവാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരു എപ്പോഴും ഒരു സാധകനെ നോക്കിയാണ് സംസാരിക്കുന്നത്. സാധകൻ എന്താണ് ആവശ്യം എന്നുള്ളതനുസരിച്ചല്ല. ഇത് ഒരു അവധൂത ചിന്തയാണ്. ഈ അവധൂത ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നത്തെ സത്സംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ സത്സംഗം ചെയ്യുന്ന ഒരു മഹാത്മാവായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു സാധകനെ ആയിരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം USA നിന്ന് വന്ന ദമ്പതിമാരാണ് നമ്മളോട് ഇന്ന് സത്സംഗം ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മളെ ഡോക്ടർ വിജയ്ജിയെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ ജി, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ജി, ജിയുടെ ബാല്യകാലവും ഒരു ആധ്യാത്മികതയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യവും ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും. ഞാൻ ആദ്യമായി ഒരു പ്രേയർ പറഞ്ഞോട്ടെ. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. പ്ലീസ് ഗൈഡ് മീ വെൻ ഐ ആം ലോസ്റ്റ്, കറക്റ്റ് മീ വെൻ ഐ ആം റോങ്, cheer me up when I am sad, be with me all the time so that I won't be lost, sad or wrong. ഈ പ്രാർത്ഥന ഞങ്ങളുടെ ഗുരു ബാബാജി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാണ്. ഈ പ്രാർത്ഥന മറ്റാരോടുമല്ല. ദിസ് പ്രേയർ ഇറ്റ് ഈസ് യുവർ ഓൺ സെൽഫ്. നമ്മുടെ ഉള്ളിലുള്ള സെൽഫിനോട് എപ്പോഴും നമ്മൾ പറയുന്ന പ്രാർത്ഥനയാണ്. എന്നെ നേർവഴിക്ക് നയിക്കുക എന്ന് മലയാളത്തിൽ പറയുന്നതിൻ്റെ വേറെ അർത്ഥത്തിലാണിത് വരുന്നത്. ഇനി ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇതിൻ്റെ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് മാറി ഒരു ഫാമിലിയിൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഞാനൊരു 2 ബ്രദേഴ്സിൻ്റെ നടുക്കോത്ത ആളാണ്. എൻ്റെ ബ്രദേഴ്സെല്ലാം അവരുടെ കാലം കഴിഞ്ഞു, അവരുടെ യാത്രയൊക്കെ കഴിഞ്ഞു. ഞാൻ മാത്രം ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞ് ഈ യാത്രയിലൂടെ ഇതിൽ സ്പിരിച്വൽ നമ്മൾ പറഞ്ഞാൽ അതിലോട്ട് കൂടുതൽ ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മരുതൻകുഴി ടെമ്പിളുണ്ടല്ലോ, ദേവീക്ഷേത്രം. ദേവീക്ഷേത്രത്തിൻ്റെ പണ്ടത്തെ മേൽശാന്തിയായിരുന്നു.
അദ്ദേഹം ബ്രാഹ്മണനല്ല, ഞാനും ബ്രാഹ്മണനല്ല. ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ലെങ്കിലും ബ്രാഹ്മണനെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മനസ്സിലായില്ലേ? അദ്ദേഹത്തെ അങ്ങനെ ഞാൻ ദേവിയുമായിട്ട് വളരെ പണ്ട് തൊട്ടേ അറിയാം. അമ്പലത്തിൽ പോകും. വർഷങ്ങളായി, കാലങ്ങളായി പഠിച്ചു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. ഗവൺമെൻറ് ആർട്സ് കോളേജിലായിരുന്നു പഠിച്ചത്. നല്ല മാർക്ക് കിട്ടി. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആകെ മുടക്കിയെന്ന് പറയുന്നത് മെഡിക്കൽ സ്കൂളിന് വേണ്ടി 4000 രൂപയെ മുടക്കിയിട്ടുള്ളൂ. എൻ്റെ ഭാഗ്യമാണ് അന്നത്തെ. പഠിച്ചു. അങ്ങനെ അങ്ങ് പോയി. 23 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. വളരെ ചെറുപ്പത്തെ ശൈവ വിവാഹം എന്തുവേണം നിങ്ങൾക്ക് പറയാം. കല്യാണം കഴിച്ചത് അത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അവർ തിരുവനന്തപുരത്ത് കവടിയാറ് താമസിക്കായിരുന്നു. കണ്ടു, കല്യാണം കഴിച്ചു. ആ സമയങ്ങളിൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ മെഡിക്കൽ കോളേജിൽ റെസിഡൻസി ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പം എപ്പോഴും ഞാൻ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഒരു പെരുത്ത് വരും. മുഖവും ഒക്കെ ഇങ്ങനെ ഒരുമാതിരി ആസ് ഇഫ് സംതിങ് ഇസ് ഐ ആം ഇൻടോക്സിക്കേറ്റഡ്. അത് വരും. പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ ഒരു ന്യൂറോളജിസ്റ്റിനോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്കൊരു എന്നെ കൺസൾട്ട് ചെയ്യാമോ എന്ന് കേട്ട്. അപ്പോൾ മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ആൻഡ് കം. പക്ഷേ ആ പറഞ്ഞ ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോയില്ല. പിന്നെ അതങ്ങ് പോയി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി. എനിക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഹിന്ദു വലിയ സത്യസായി ബാബയുടെ ബോട്ടിയാണ്. സത്യസായി ബാബ, അതുപോലെ തന്നെ സിദ്ധി ബാബേൻ്റെ കൂടെ ഒരു ഭജനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവിടും, ഞാൻ ഒരിക്കലും കയറത്തില്ല. അങ്ങനെ വർഷങ്ങളോളം പോയി. ഞങ്ങൾ ഹിന്ദു എപ്പോഴും പ്രാർത്ഥിക്കും. ധ്യാനം എന്ന് പറഞ്ഞ് അങ്ങനെ വലുതായിട്ടൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ മസ്കറ്റിൽ പോയി. ജോലി കിട്ടിപ്പോയതാണ്. അവിടെ ചെന്ന് ഒരു 7 വർഷം പ്രാക്ടീസ് ചെയ്തു. പ്രൈവറ്റ് പ്രാക്ടീസാണ്. അത് കഴിഞ്ഞിട്ട് വി മെയ്ഡ് ഇനഫ് മണി. നല്ല പ്രാക്ടീസായിരുന്നു. മെയ്ഡ് ദിസ് ഹൗസൊക്കെ പഠിച്ച് റിട്ടയർ അറ്റ് ദി ഏജ് ഓഫ് 36. 36 വയസ്സിൽ റിട്ടയർ ചെയ്തു. ഇവിടെ വന്ന് ഒരു മാരുതി കാറുമൊക്കെ വാങ്ങിച്ച് അത്യാവശ്യത്തിന് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോവുക വരിക ഇങ്ങനെ. പക്ഷേ നമ്മുടെ ലൈഫിൽ ഞാൻ പറയാൻ കാര്യം, നമ്മൾ ചിന്തിക്കും ഇതോടുകൂടി തീർന്നു വന്നു. അങ്ങനെയല്ല. നമ്മുടെ കർമ്മം നമ്മളെ പലയിടത്തും കൊണ്ടെത്തിക്കും. അത് ജീവിതം മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാക്കുന്നത്. അങ്ങനെ 4 വർഷം ഇവിടെ കഴിഞ്ഞു. കുട്ടികളൊക്കെ കുറച്ച് വലുതായപ്പം ഹിന്ദുവിൻ്റെ ബ്രദേഴ്സ് 2 പേരും അമേരിക്കയിലാണ്. അവർ പറഞ്ഞു, ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഓൺ ദ എർത്ത്, നിങ്ങൾ വരണം, ഇവിടെ വളരെ നല്ലതാണ്, ഡോക്ടറാവണം, എല്ലാം പറഞ്ഞു. എനിവേ ഞങ്ങൾ ആദ്യം വി നെവർ വാണ്ടഡ് ടു ഗോ. ഫൈനലി വി ഡിസൈഡ് ഓക്കെ വി വിൽ ഗോ. പക്ഷേ ഇതിനൊരു പ്രോബ്ലം വന്നു. അവർ അവിടെ സ്പോൺസർ ചെയ്യണം. സ്പോൺസർ ചെയ്യാൻ വേണ്ടി പേപ്പേഴ്സ് എല്ലാം മദ്രാസ് എംബസിയിലേക്ക് US കൗൺസിലേറ്റിലേക്ക് വന്നു. അപ്പോൾ എല്ലാ പേപ്പേഴ്സും കിട്ടിയില്ല. ഞാൻ ഒമാൻ്റെ ആയതുകൊണ്ട് ഒരു പേപ്പർ കിട്ടിയിട്ടില്ല. അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ അക്കാലങ്ങളിൽ എൻ്റെ വൈഫ് സംഹൗ കണക്റ്റഡ് ടു സത്യസായി ബാബ. സത്യസായിബയെ പല പ്രാവശ്യം സ്വപ്നം കാണും. സ്വപ്നത്തിൽ ഡയറക്ഷൻ പറയും. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ നടക്കാനുള്ളതും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു ദിവസം വൈഫ് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് വിസയ്ക്ക് പോകണം, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ സ്വപ്നത്തിൽ കേട്ട വാക്ക് ഞാൻ ഇല്ലയാ കവലപ്പെടാതെ, റൈറ്റ്, ഞാനില്ലേ വിഷമിക്കാതെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒരു മാരുതി കാറിൽ ഞാനും വൈഫൊക്കെ കൂടെ അമേരിക്കൻ എംബസിയിൽ പോയി. അവിടെ ചെന്നു, എല്ലാ പേപ്പേഴ്സൊക്കെ കാണിച്ചു. അവർ പറഞ്ഞു, നോ, എവറിത്തിങ് ഈസ് നോട്ട് റെഡി, നിങ്ങളെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിന് എന്ത് ചെയ്യാനാ? വി വിൽ ഗിവ് യു എ പേപ്പർ വിത്ത് ദിസ്, യു അപ്ലൈ ത്രൂ ദ ഇന്ത്യൻ എംബസി സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് ഇറ്റ് യു, ഇറ്റ് വിൽ ടേക്ക് 3 months. അപ്പോൾ എൻ്റെ വൈഫ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഭഗവാൻ അങ്ങ് പറഞ്ഞില്ലേ കവലപ്പെടാതെ അമ്മ ഞാനില്ലയാ എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും പോയി തിരിച്ച് പോകേണ്ടത് തന്നെ. അപ്പോൾ ഒരു ലേഡി അകത്തുനിന്ന് ഒരു ഫാക്സ് കൊണ്ടുവരികയാണ്. സംഹൗ വി ഗോട്ട് എ ഫാക്സ് ഫ്രം ഒമാൻ. അത് ഞങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. എങ്ങനെ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ?
ഞാൻ അപ്ലൈ ചെയ്യാത്ത പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് ഞങ്ങളെ ഈ സ്പിരിച്വൽ അപ്പം ഇങ്ങനെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയി. ഒരു ഇൻസ്റ്റൻസ് കൂടെ ഞാൻ പറയാം. അവിടെ പഠിക്കാൻ ഇത് USMLE എന്നൊരു ടെസ്റ്റുണ്ട്. അത് പാസ്സായാലേ അടുത്തതിനെ അവിടെ പോകാൻ പറ്റും. അപ്പോൾ അന്ന് ഇങ്ങനെ ഇങ്ങനെ ദർശൻ്റെ ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ ടെസ്റ്റ് എഴുതിയിട്ട് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ് ഫോർ ദ ടെസ്റ്റ്. ആ റിസൾട്ട് പേപ്പർ ഇട്ട് കഴിയുമ്പം ഇഫ് യു ഗെറ്റ് എ ബിഗ്ഗർ എൻവലപ്പ് യു ആർ ഫെയിൽഡ്. അതെന്ന് വെച്ചാൽ അവർ ദേ ആർ സെൻഡിങ് യു ദ പേപ്പർ ഫോർ നെക്സ്റ്റ് ടെസ്റ്റിന്. ഇഫ് യു ഗെറ്റ് എ തിൻ എൻവലപ്പ് യു പാസ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഭഗവാൻ പറഞ്ഞു യു ആർ ഗോയിങ് ടു ഫെയിൽ ഇൻ ദിസ് എക്സാം ബട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് റെസിഡൻസി ദിസ് ഇയർ. അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ഇന്ത്യ, യു കൻ നോട്ട് മാനിപ്പുലേറ്റ് ഹിയർ. ഇവിടെ ജയിക്കാതെ നിങ്ങൾക്ക് റെസിഡൻസി കിട്ടത്തില്ല. സോ എനിവേ ഐ ഗെറ്റ് ദ പേപ്പർ, ബിഗ് എൻവലപ്പ്, ഐ ഫെയിൽഡ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സിൻസ് ഞാൻ പണ്ട് ഇതിനു മുമ്പ് മലേഷ്യയിൽ പോയി ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അന്ന് ഞാൻ ഇംഗ്ലീഷ് പാസ്സായില്ല, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. സോ സിൻസ് യു ഹാവ് പാസ് ദ എക്സാം ഇൻ ദ പാസ്റ്റ് ആൻഡ് സിൻസ് യു ദെൻ ക്ലിയർഡ് ദ ഇംഗ്ലീഷ് യു മേ ബി എലിജിബിൾ ഫോർ എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, കഷ്ടപ്പെട്ട് റെസിഡൻസി കിട്ടി. സോ ഭഗവാൻ പറഞ്ഞ പോലെ ആ വർഷം തന്നെ റെസിഡൻസി കിട്ടി. ഞാനങ്ങനെ പോയി. ഇതിനിടയ്ക്ക് ഇതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുമായിരുന്നു എക്സാമിനേഷന് വേണ്ടി. 10 മണിക്കൂർ പഠിക്കുമ്പം കുറച്ച് മെൻ്റൽ റിലാക്സേഷന് വേണ്ടി അവിടെ ഒരു ബുക്ക് കിട്ടി, ഓട്ടോബയോഗ്രാഫി ഓഫ് എ യോഗി. ആസ് യൂഷ്വൽ ഓൾമോസ്റ്റ് എവറിബഡി റീഡ്സ് ഇറ്റ്. അത് വായിച്ചില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ബാബാജിയുടെ ആ നറേഷൻ ഇറ്റ് ഇംപ്രസ് മീ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഐ റോട്ട് ടു അവരുടെ കാലിഫോർണിയയിലുള്ള സെൻറ്റർ എഴുതി ഐ വോണ്ട് ടു ലേൺ ദിസ് ആർട്ട് ഓഫ് ക്രിയായോഗ. അപ്പോൾ ഇനിഷ്യലി ഇറ്റ് ഈസ് എ റിട്ടൺ കോഴ്സ്. അങ്ങനെ പഠിച്ചു എല്ലാം പഠിച്ചു. പക്ഷേ എനിക്ക് നെവർ വെൻ്റ് ആൻഡ് ഗോട്ട് ഇനിഷ്യേറ്റഡ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങളത് കഴിഞ്ഞ് ഞാൻ റെസിഡൻസ് ചെയ്തു. 3 വർഷം കഴിഞ്ഞു ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. സോ തിങ്സ് സ്റ്റാർട്ടഡ് മൂവിങ്. കുട്ടികൾ 2 പേരായി. അവിടെ സ്കൂളിൽ ഇങ്ങനെ വന്നു സംവെയർ ഇൻ ദാറ്റ് എന്തുവിന് ഷീ ഗോട്ട് കണക്റ്റഡ് ടു ബാബാജി. ഞങ്ങളെ ബാബാജി എന്ന് പറയുന്നത് പലരും പല സങ്കല്പമാണെങ്കിലും ഞങ്ങൾ പറയുന്നത് ഹീസ് ദ സുപ്രീം കോൺഷ്യസ്നെസ്. ആ ലെവലിലാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ദാറ്റ് എനർജി ക്യാൻ കണക്ട് ടു എനിബഡി ഇഫ് യു ആർ ട്യൂൺ ടു ദാറ്റ് ഫ്രീക്വൻസി. സോ അന്ന് ആദ്യമായിട്ട് മൈ ഡിയർ ചൈൽഡ് എന്നാണ് പുള്ളി വിളിക്കുന്നത്. മൈ ഡിയർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഒരു ബുക്കായിട്ട് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാം. അപ്പോൾ ഞാൻ ക്രിയായോഗ പഠിക്കണമെന്ന് വലിയ താല്പര്യമായി. ആദ്യം ഒരിക്കൽ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ എൻ്റെ ഒരു ബ്രദറുണ്ട്, പുള്ളി യോഗയൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. ചോദിച്ചു ഇത് പഠിക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പോൾ പറഞ്ഞു ചേട്ടാ ഇല്ല, ക്രിയായോഗയല്ല, വി ആർ ടീച്ചിങ് ആർട്ട് ഓഫ് ലിവിങ്. അപ്പോൾ ഞാൻ ആർട്ട് ഓഫ് ലിവിങ് പോയി. ഞങ്ങളെല്ലാം 5 ദിവസം എടുത്തു. പക്ഷേ ദാറ്റ് ഈസ് അന്നത്തെ ലാസ്റ്റ് ഇനിഷ്യേഷൻ. ഗുരു പോലും ഇല്ലായിരുന്നു. ഇറ്റ് ഈസ് ത്രൂ the video or what sound, but that created some immense change because ആ സെഷനിൽ I got that I was being bombarded with electricity. നമ്മുടെ ദേഹം മുഴുവൻ കറണ്ട് അടിച്ചതുപോലെ ഒരു 7 മിനിറ്റ് കാണും. ഒരു ചിന്തയും ഇല്ല, ശരീരം മുഴുവൻ ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു ഡോക്ടറാണ്. സോ ഐ തോട്ട് വാട്ട് ഇസ് ദിസ്, ഇറ്റ് ഇസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ദ മെഡിക്കൽ സയൻസ്. പറ്റത്തില്ല എന്ന് എനിക്കറിയാം. സോ ഞാൻ അന്ന് അവിടെ ചോദിച്ചു നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു ആർക്കും ഒരു ആൻസർ ഇല്ല, ടീച്ചറിന് പോലും ആൻസർ ഇല്ല, എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. സോ ഇറ്റ് ഈസ് ലെഫ്റ്റ് മീ. സോ ഐ സ്റ്റാർട്ടഡ് റീഡിങ് ഓൾ അബൌട്ട് ദിസ്. ദെൻ ഐ ഫൗണ്ട് ഔട്ട് ദിസ് ഈസ് ദ അവേക്കനിങ് ഓഫ് കുണ്ടലിനി. മനസ്സിലായി. പക്ഷേ ബുക്കും നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. ബുക്കിൽ ഒരുപാടൊക്കെ എഴുതിക്കും, അതാണ് ഇതാണെന്നൊക്കെ എഴുതിക്കും. പക്ഷേ ഗ്രാഡുവലി ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് മോർ, റീഡിങ്, പ്രാക്ടീസിങ് ക്രിയാസ്, പ്രാണായാമാസ്, ഡിഫറെൻറ്റ് വേസ്, നമ്മൾ ഓരോ ബന്ധങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കി. ചെയ്യുമ്പോൾ എനിക്കറിയാൻ പറ്റിയതെന്ന് വെച്ചാൽ ഈച്ച് ബ്രെത്ത് യു ടേക്ക്
it affects your body differently. You can actually feel the energy moving from one side to another. So I know there's more to our body than what we learn. നമ്മുടെ ഈ ബോഡി കാണുന്ന വെറും ഒരു കവറിങ് മാത്രമാണ്. ഇതിനകത്ത് എന്തോ ഒരുപാട് സീക്രട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ യാത്ര ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ എത്തിച്ചു. ക്രിയായോഗ പല ഗുരുക്കന്മാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ക്രിയായോഗ അമേരിക്ക എന്നൊരു ഗുരുമയി എന്ന് പറഞ്ഞ ടീച്ചർ അവിടെ എടുത്തിട്ടുണ്ട്. ശ്രീ എമ്മിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള യോഗിരാജ് അദ്ദേഹത്തിനോട് എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് ഞാൻ പറഞ്ഞു, ജഗി വാസുദേവ്, ഈശോ സ്വാമി ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ ഒരുപാട് ഗുരുക്കരെ ഇതിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബേസ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഡയറക്ഷൻസ് എവറിത്തിങ് കം ഫ്രം ദ ബാബാജി. പിന്നെ എല്ലാ ഗുരുക്കന്മാരും പറയാം, എല്ലാ ഗുരുക്കന്മാരും പല ഫ്രൂട്ട് പോലെയാണ്. അപ്പോൾ ഞങ്ങളുടെ അവസാനത്തെ ഫ്രൂട്ടായിട്ട് എത്തിയതാണ് ഗുരുജി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹമാണ് ഞങ്ങൾ അവസാനത്തെ കണ്ണിയേറ്റ് ഇവിടെ എത്തിക്കുന്ന അദ്ദേഹമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ധ്യാനത്തിൽ അവധൂതനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ദേർസ് എ വൈസ് ഹംബിൾ ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ഗുരു. അദ്ദേഹമാണ് ഇപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ യാത്രയല്ല ഞങ്ങളുടെ കണ്ടെത്തിയ അവസാനത്തെ ഗുരു കണ്ണിക. അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ ഈ അവേക്കനിങ് ഓഫ് ദ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഡുവൽ പ്രോസസ്സ്. ഒരിക്കലും ആദ്യത്തെ കൊണ്ട് മാത്രമല്ല. ഇറ്റ് ടുക്ക് മീ മന്ത്സ് ആൻഡ് മന്ത്സ് ബിഫോർ ദ എനർജി മൂവ്സ് ഫ്രം വൺ ചക്ര ടു അനദർ. ഇറ്റ് ടുക്ക് മീ മേ ബി 2-3 years ഹാർട്ട് ചക്രയിലെത്താൻ. യു വിൽ നോ ദാറ്റ്. അന്നത്തെ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. ഐ വാസ് ഇൻ ദ ആഫ്റ്റർനൂണാണ്. ഐ വാസ് ലൈങ് ഡൗൺ ആൻഡ് മെഡിറ്റേറ്റിംഗ്. ഐ ദിറ്റ് കെയിം ഹിയർ. ദാറ്റ് വാസ് എൻ അമേസിങ് ഫീൽ. സംതിങ് സഡൻലി നമ്മുടെ ബോഡിയിൽ വരുന്നത്. ദെൻ ഇറ്റ് കെയിം ടു ത്രോട്ട് ഹിയർ ഈവൻ സഹസ്ര. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സഹസ്രയിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകം വിട്ടു പോകുന്നൊക്കെ വായിക്കും. മേ ബി വെൻ യു പ്യൂരിഫൈ all the 1,000 petals എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് യു മേ ലിവ്. ബട്ട് നമ്മളൊന്നും അവിടെ എത്തി കാണത്തില്ല. നമ്മൾ വി ആർ ജസ്റ്റ് ഇൻ ദ ആ സ്റ്റേജിലാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഐ വാസ് വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ ആസ് എ ഫിസിഷ്യൻ, ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് ഒരു ഗവൺമെൻറ് വെറ്ററൻസ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണം. സോ I was thinking of doing something good for the patients. So I started a meditation class. So I conducted that class once a week, 2 hours. It's entirely different from നമ്മുടെ ഇവിടുത്തെ പോലെ. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ യോഗാസനത്തിൽ ഇരിക്കണം അങ്ങനെയൊന്നുമില്ല. They sit in a beautiful chair. I have a microphone. I talk over the phone and they all listen. It's an amazing experience for those people. അവരുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ it is beyond നമുക്ക് ഇവിടുത്തെ ഒരു മനുഷ്യനും പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ് അവർക്കുള്ളത്. They have out of body experience. They talk about lives. They talk about seeing me as a different guru. Everything. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ബിക്കോസ് ദേ ആർ എംപ്റ്റി. അവർക്ക് പ്രീ കൺസീവ്ഡ് ഐഡിയാസ് ഒന്നുമില്ല. യോഗ അല്ല നമ്മുടെ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ദേ ഗെറ്റ് ലോട്ട് ഓഫ് ബെനിഫിറ്റ്. ഇവിടെ പഠിപ്പിച്ചാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇവിടെ ആൾക്കാർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെയും പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഡിഫറെൻറ്റ്. ഇത്രയും മതിയല്ലോ. ഡോക്ടർ ജി, അങ്ങയുടെ പ്രൊഫഷൻ ബേസിക്കലി ഒരു ഡോക്ടറാണല്ലോ. അതായത് നമ്മുടെ ബോഡിയെക്കുറിച്ചും ഇതെല്ലാം ഒരു സയൻറ്റിഫിക് ആയിട്ട് അങ്ങ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് നമുക്കൊരു ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം. ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടൊരു ബുക്കും ഉണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതെല്ലാം നമുക്ക് ജനറലൈസ് ചെയ്യാം. എന്നാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനെ നമുക്കൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസമായിരിക്കാം. അവരുടെ അനുഭവങ്ങളായിരിക്കാം, അവർ മനസ്സിലാക്കുന്ന രീതിയായിരിക്കാം. അപ്പം അങ്ങൊരു ഡോക്ടറായിരിക്കെ എങ്ങനെയാണ് ഈ സ്പിരിച്വാലിറ്റിയെ കാണുന്നത്, മനസ്സിലാക്കിയത്?
ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഈ ശരീരമാണ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ എവർ ഹാപ്പൻ. ഇതിനേക്കാൾ ഒരു മിറക്കിളായിട്ട് ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. നമ്മുടെ ബോഡിയിൽ തന്നെ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ദർ ആർ മോർ ദാൻ ഫ്യൂ ട്രില്യൺ സെൽസ്. ഈച്ച് ഓർഗൻ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സെൽ. മാത്രമല്ല, ഇഫ് യു ലുക്ക് അറ്റ് ദ ഫങ്ഷൻ, ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള വർക്ക് എങ്ങനെ ഈ ബോഡിയിൽ നടക്കുന്നു? ഒരു സ്പേമും ഓവൻ ചേർന്ന ഒരു ബോഡി, സ്മോൾ. അതിൽ നിന്ന് ആഹാരം കഴിച്ചു, ആയിക്കോട്ടെ, നിങ്ങൾ കഴിച്ചു, ഇത്രയും വലിയൊരു ബോഡിയുണ്ട്. ഈ ഫങ്ഷൻ സിൻക്രണൈസ് ചെയ്ത് നടക്കുന്നത് എങ്ങനെ? സയൻസിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ആസ് ഇറ്റ് ഈസ്. സോ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പറായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോൺസ് ഉണ്ട്, സ്പൈനൽ കനാലുണ്ട്, അതുണ്ട്, ഇതുണ്ടൊക്കെ പറയും, സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് യോഗയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മുടെ ബോഡിയിൽ 72,000 നാഡീസ് ഉണ്ടെന്ന് പറയുന്നു. ദെൻ ദർ ആർ മൈനർ നാഡീസ്, ചക്രാസ്, ഇതെല്ലാം പറയുന്നു. പക്ഷേ ഒരു ഡോക്ടർക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു MRIക്കും പെറ്റ് സ്കാനിനും ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല. സോ ഇപ്പോൾ ഒരാൾ വന്നൊരു പേഷ്യൻറ്റിന് പറയണം, ഡോക്ടർ ഐ ഹാവ് ദിസ് എക്സ്പീരിയൻസ് കുണ്ടലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്തൊരു ഡോക്ടർ വിൽ സെൻഡ് ഹിം ടു എ സൈക്യാട്രിസ്റ്റ്. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ശരിയാണ്, നിനക്ക് കുഴപ്പമില്ല, ഐ വിൽ ഗിവ് യു എ മെഡിസിൻ. ഒരു സൈക്കോട്രോപിക് മെഡിസിൻ കൊടുത്ത് ദേ വിൽ ഡാമ്പൻ ഹിസ് എക്സ്പീരിയൻസ്. വാട്ട് വാസ് ഹാപ്പനിങ് ആസ് എ ഗിഫ്റ്റ് വിൽ ബിക്കം എ കേഴ്സ് ഫോർ, ബിക്കോസ് അവൻ്റെ എല്ലാം പോയി കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പേർക്ക് വരാറുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് പേഴ്സണാലിറ്റി എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പം ഐ വാസ് തിങ്കിങ് ഹൗ ഈസ് ഇറ്റ് പോസിബിൾ. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഈ ബോഡിക്കകത്ത് ചക്രങ്ങളുണ്ടെന്നും അതൊക്കെ ഉണ്ടെന്നും ഗ്രാഡുവലി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഇതുകൊണ്ട് നമുക്ക് തന്നെ നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ എനർജി കൊണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും, തീർച്ചയാണ്. അപ്പോൾ ഈ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ സുപ്രീം എനർജി in the body. Normally it is used for other functions like function of the heart, lungs, everything same energy ആണ്. But you need only a little bit of energy, maybe 1%. But imagine that you can multiply this energy or make it like 50%. What can happen to this body? It is just like beyond our imagination. അപ്പോൾ അതാണ് എൻ്റെ ചിന്ത. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കും, ഓക്കെ, ഈ who is behind, what is behind this marvelous machine? Adana, what is this? Who is behind it? Who really am I? Is it this body? Is this the mind? Or is it far beyond? Adana and the spiritual question. Now I know. Now I know not this body. Basically, deep within I know I am just a shell. ഇതൊരു ഷെല്ല് മാത്രമാണ്. ഈ ഷെല്ല് ഒരു ഔട്ടർ ഷെല്ലുണ്ട്, അതിനകത്തൊരു ഷെല്ലുണ്ട്. ആ ഷെല്ലിനകത്തിരിക്കുന്ന ദിസ് ബ്യൂട്ടിഫുൾ തിങ്, യു കോൾ ഇറ്റ് ആത്മ, ഐ കോൾ ഇറ്റ് ഈശ്വര, ഭഗവാൻ, ബാബാജി, വാട്ട് എവർ യു കോൾ, അതാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ജി, അങ്ങ് ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ ഒരു സാധകനുമാണ്. അപ്പം നമ്മുടെ ആധ്യാത്മികതയിൽ പറയുന്ന സോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ അങ്ങയുടെ ഡോക്ടറുടെ വീക്ഷണത്തിലും ഒരു സാധകൻ്റെ വീക്ഷണത്തിലും പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഒരു ഡോക്ടർ വീക്ഷണത്തിലാണെന്നാൽ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ദർ ഇസ് സംതിങ് വിച്ച് ഇൻ ദ ബ്രെയിൻ്റെ ഫങ്ഷനാണെന്ന് പറയും. ദെൻ യു ക്യാൻ സേ വാട്ട് അബൌട്ട് തോട്ട്സ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമ്മുടെ സയൻസിന് വലിയ ഉത്തരങ്ങളൊന്നുമില്ല. അപ്പോൾ മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഈ കാണുന്നതെല്ലാം വെൻ ദ സംതിങ് ലീവ്സ് ദ ബോഡി, അവർക്കറിയാം സംതിങ് ഈസ് ഗോയിങ് ഔട്ട്, എയർ ഓർ ഓക്സിജൻ ഓർ സംതിങ് ഗോസ് ഔട്ട്, ദെൻ ദ ബോഡി ഈസ് ഡെഡ്. ഈ കാണുന്നതെല്ലാം നശ്വരമായി ഭൂമി തന്നെ പോകും. അത് മെഡിക്കൽ സയൻസ്. അതിനപ്പുറം അവർ ചിന്തിക്കാറില്ല.
പക്ഷേ സാധകനാണെങ്കിൽ നോ, ദിസ് ബോഡി ഈസ് ഓൺലി ടെമ്പററി. ഈ പഞ്ചഭൂതങ്ങൾ പോവുമായിരിക്കാം, പോവും, പഞ്ചഭൂതങ്ങളെല്ലാം പോവും. പക്ഷേ അതിലുള്ള സട്ടിൽ മൈൻഡ്, നമ്മുടെ ആ സട്ടിൽ മൈൻഡ് ലിവ്സ് ദ ബോഡി. അത് പോകുന്നില്ല. ആ സട്ടിൽ ബോഡി ഈസ് ക്യാരിഡ് വിത്ത് ദ സെയിം എനർജി. നമ്മൾ പറയുന്ന ആത്മാവെന്ന് പറയുന്ന ആ എനർജി, ആ കുണ്ടലിനെ, വാട്ട് എവർ ദ എനർജി, ഡിഫറെൻറ്റ് പീപ്പിൾ കോൾ ഡിഫറെൻറ്റ്, ആ എനർജി കൊണ്ട് കവർ ചെയ്ത് അതൊരു സട്ടിൽ ബോഡിയായി ഇറ്റ് ഗോസ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ആ പ്ലെയിനിൽ നിന്നിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ കർമ്മ ദേ കം ബാക്ക് in a day, in a month, years, whatever it is, depending on the karma, and will be reborn as a human, as a plant or animal and everything. That's only one part. But if you want to not to come back, then you have to drop all the attachments, the coverings, even the subtle mind you have to drop. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ then you are not to be reborn. Only thing is that the pure consciousness, eternal consciousness നമ്മൾ പറയുന്നത്, ആ കോൺഷ്യസ്നസ് will merge with the supreme consciousness. സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ just like a drop of water in the ocean can merge into the ocean and become the ocean, you can become. അതാണ് സത്യം. അതാണ് ഒരു സാധകൻ്റെ കണ്ണിൽ കൂടെ കാണുന്നത്. അതാണല്ലോ നമ്മൾ മോശം എന്ന് പറയുന്നത്. ഇപ്പം ഭൗതികതയിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം അങ്ങിപ്പോൾ ഡോക്ടറാണ്. ഇപ്പം ഡോക്ടറാവാൻ അതിൻ്റേതായിട്ടുള്ള പഠിത്തം, ആ ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാം നേടിയതിന് ശേഷമാണ് അങ്ങൊരു ഡോക്ടറായത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഒരു സാധകനാവാൻ എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത്? അല്ലെങ്കിൽ ഒരു സാധനയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ക്രൈറ്റീരിയ പറയാൻ സാധിക്കുമോ? ഒരാൾ ഈ മാർഗത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും പൂർവ ജന്മത്തെ അനുഗ്രഹം മാത്രമായിരിക്കും എന്നാണ് ഏറ്റവും കൂടുതൽ. അല്ലാതെ ഒരാൾക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഞാനിപ്പം പറയുകയാണ്, ഞാൻ ഐ ആം ഗോയിങ് ടു ടീച്ച് ഓൾ ഓഫ് യു ക്രിയായോഗ എന്നൊരു 1000 പേരോട് പറഞ്ഞാൽ നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ വിൽ കം. അതേസമയം there may be one person who is looking for this. എവിടെയോ ഉണ്ട്. അവർക്ക് this is a calling, inner calling. അവർ എന്തും സഹിച്ച് വരും. They are the deserving candidates for anything, not only ക്രിയായോഗ. ഞാൻ പറയുന്നല്ല, ഏത് യോഗയായാലും ഏത് മാർഗമായാലും ആ ഇന്നർ കോളിംഗ് ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ്. ഈവൻ ഇഫ് പലരും വരും ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പഠിക്കും, ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ക്രിയായോഗ പഠിപ്പിക്കും, കൊടുത്തിട്ടുണ്ട് ഞാനും. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ചോദിക്കും, എത്ര പ്രാവശ്യം ചെയ്തു സാറേ? ഇതുവരെ തുടങ്ങിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അത്രയും മാത്രം ആ കോളിംഗ് ഉണ്ടെങ്കിൽ അല്ലേ നടക്കുകയുള്ളൂ. ഇത് പറയുന്ന പോലെ ശിഷ്യനല്ല ഇമ്പോർട്ടൻ്റ്, അല്ല ഗുരു ഈസ് ഓൾവേസ് വെയിറ്റിംഗ് ഫോർ ശിഷ്യ. ആര് വരുമെന്ന് അവരുടെ കർമ്മം അനുസരിച്ച് വരൂ. ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ആ വിശ്വാസം, ഗുരുവിനോടുള്ള വിശ്വാസം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങ് പറഞ്ഞല്ലോ, ആ ഒരു ഇത് വേണമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കർമ്മഫലമോ അല്ലെങ്കിൽ കർമ്മബന്ധമോ എന്തെങ്കിലും ആവണമല്ലോ അതിലേക്ക് വരണം എന്ന് തോന്നുന്നെങ്കിൽ. എന്നാൽ അതിനൊരു സാധകന് തടസ്സം നിൽക്കുന്ന എന്തായിരിക്കാം? അങ്ങനെ ഒരു തോട്ട് വരാൻ തന്നെ തടസ്സം നിൽക്കുന്നത് ബിക്കോസ് നമ്മുടെ ഈ ലോകം മുഴുവൻ നമ്മളെ പോകുന്നത് നമ്മുടെ കാമക്രോധ മതമോഹ മാത്സര്യങ്ങളുടെ പുറകെയാണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവരുടെ ആഗ്രഹം എന്താണ്? എനിക്ക് പഠിക്കണം, കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, കാറ് വേണം, വീട് വേണം, ഇങ്ങനെ പോവും ചിന്തകൾ. അപ്പോൾ ആ ഒരു ലെവലിൽ അത് എത്തിക്കഴിയുമ്പോൾ തോന്നും, ഇതുകൊണ്ട് ഞാൻ എന്ത് നേടിയെന്ന് ചോദിക്കും. ഒന്നും നേടിയില്ല. അപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്, എനിക്ക് സ്പിരിച്വാലിറ്റിയിട്ട് പോയാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പോയി കഴിഞ്ഞാൽ ഗുരു അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ ഈ നമ്മുടെ വാസനകൾ ഒന്ന്, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഫാമിലി ആരും കുട്ടികളെ സ്പിരിച്വാലിറ്റി എന്താണെന്ന് പഠിപ്പിക്കാറില്ല. എസ്പെഷ്യലി ഞങ്ങൾ ഹിന്ദുക്കളെ പറയുന്നത്. മറ്റെല്ലാ മതക്കാരും
പള്ളിയിൽ പോവും, മറ്റൊരെല്ലാം ചെയ്യും. നമ്മൾക്ക് അത് വേണ്ട, നമ്മളത് ശ്രമിക്കുന്നുമില്ല. നമ്മളെ കുട്ടികൾക്ക് എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കും കഴിവില്ല. നമുക്കറിഞ്ഞുകൂടാത്ത നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കും? നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ എന്താണ്, എന്തിനു വേണ്ടിയാണ് അമ്പലത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ശിവലിംഗം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, വൃത്തികെട്ട രൂപത്തിരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഇല്ല. അപ്പം നമ്മുടെയും കൂടെ ഒരു തെറ്റാണ് എന്ന് ഞാൻ പറയാം. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ ഫോറിൻ ആൾക്കാരെ നമ്മൾ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ഡെഡിക്കേഷനായിട്ട് അത് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളൊരു ഭാരതീയനെ അല്ലെങ്കിൽ അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ മൈൻഡിൽ കുറേയേറെ ചിന്തകളുണ്ടാവാം, കുറേ കൺസെപ്റ്റുകളുണ്ടാവാം. അതെല്ലാം കൊണ്ടായിരിക്കും അത് സ്വീകരിക്കാനൊരു മടി, ഇതൊക്കെ തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കാം? ഞാൻ മനസ്സിലാക്കിയത്, പുറത്തുള്ളവർക്ക് അവർക്ക് സംഹവ് ദേ ആർ സീം ടു ബി വെരി ഓപ്പൺ. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. സോ നമ്മൾ പറയണം, ഓക്കെ ജസ്റ്റ് പ്ലീസ് ക്ലോസ് യുവർ ഐസ്, ഓക്കെ ജസ്റ്റ് വാച്ച് യുവർ ബ്രെത്ത്. അവരത് പിന്നെ അവർ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. ദേ ആർ ജസ്റ്റ് ഡൂയിങ് ഇറ്റ്. നമ്മുടെ ആൾക്കാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ പോകുന്നത്, ചിന്തിക്കും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. ദേ ഓൾവേസ് ക്വസ്റ്റ്യൻ, മറ്റുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ദേ ഡു. ആ ഓപ്പൺ മൈൻഡാണ് അവരുടെ മെച്ചം. ഇവിടെ അതില്ല. ഇവിടെ ഇപ്പം നമ്മളെല്ലാവരും ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലോ, അതായിരിക്കും കുഴപ്പം. അപ്പം നമ്മൾ ഒരുപാട് വായിച്ചിട്ട് നമ്മുടെ ഗ്ലാസ് ഫുള്ളായിപ്പോയി, അവിടെ ഒന്നും ഇങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല. മറ്റവരുടെ ഗ്ലാസ് ഈസ് എംറ്റി ഓർ ഹാഫ് എംറ്റി. അപ്പോൾ അവർക്ക് വളരെ ഈസിയാണ്. മേ ബി അവിടെയുള്ള ഒരു സെലക്റ്റഡ് ആൾക്കാരായിരിക്കും നമ്മളടുത്ത് വരുന്നതും. അതുകൊണ്ട് വോയിസ് ഷുഡ് ഉള്ളി സം പീപ്പിൾ കം. അവിടെയുണ്ട്, അങ്ങനെയുണ്ട്. അവരുടെ കർമ്മം അതായിരിക്കും. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 3 മാസമായിരിക്കും ഞാൻ ഒരു വർഷത്തിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴേ. അപ്പോൾ സം പീപ്പിൾ ആർ കം വിത്ത് സോ മെനി പ്രോബ്ലംസ്. അപ്പോൾ അവർ ചോദിക്കും, ഡോക്ടർ വെൻ ആർ യു കമ്മിങ് ബാക്ക്? ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ. This is maybe the first time I am meeting you, but I have given you anything. Most. അപ്പോൾ അവർ പറഞ്ഞു, I got more than so many years of treatment. ഒരൊറ്റ സെഷൻ അത് ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് 5 മിനിറ്റ് എനിക്ക് 30 minutes ആണ് ഒരു പേഷ്യൻ്റ്, ഓർ 30, sometimes I get 1 hour for a patient. So I spend 5 to 7 minutes just teaching meditation. പക്ഷേ ആ കിട്ടുന്ന അനുഭവത്തിൽ ഇവിടെ എനിക്കൊരു I cannot even recreate it for 1 hour. പറ്റത്തില്ല. Because they are so open. ആ ഓപ്പൺനെസ് സാധാരണ ഇപ്പം പറയേണ്ടത്, നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കേട്ടിരിക്കുകയാണ്. അപ്പം അതിനെ അൺലേൺ ചെയ്ത് പോയാൽ മാത്രമേ ആ എംപ്റ്റിനെസ് നമ്മളിലും വരുള്ളൂ. അതെ. അപ്പോൾ ഓഷ പറയുന്ന പോലെ become empty. ആ എംപ്റ്റിനെസ്സിൽ everything will happen. Everything falls into the emptiness. അങ്ങയുടെ മഹാവതാർ ബാബാജിയായിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യാം. ഈ കൂടുതൽ എക്സ്പീരിയൻസസും ഇറ്റ് ഈസ് ത്രൂ മൈ വൈഫ്. മനസ്സിലായില്ലേ? അവർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഐ ആം ഗോയിങ് ടു ടീച്ച് യു, യുവർ ജോബ് ഈസ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഒന്നും ഒരു വാക്ക് പോലും തെറ്റാതെ എഴുതി വയ്ക്കുക. ആൻഡ് മേ ബി ഇൻ ദ ഫ്യൂച്ചർ യു ക്യാൻ പബ്ലിഷ് ഇറ്റ് എസ് എ ബുക്ക്, നോട്ട് ഫോർ സെൽ ചെയ്യാനല്ല, ഗിവ് ഇറ്റ് ഓൺലി ഫ്യൂ ഡിവോട്ടീസ് ഹൂ മേ നീഡ് ഇറ്റ്. അതാണ് കഴിഞ്ഞത്. അങ്ങനെ ധ്യാനത്തിലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എംപ്റ്റിനെസ്സിൽ പോകുന്ന സമയത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഷീ ഹാസ് ദ കപ്പാസിറ്റി ടു ഡു ദാറ്റ്. 1 hour, nothing. She sits empty. And he gives so many things, even kriyas and all those things. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1-2 കാര്യം പറയാം. ഞങ്ങളുടെ മകൾ ഗർഭിണിയായപ്പോൾ ഒരു കുട്ടി, ആദ്യത്തെ പേരക്കുട്ടിയാണ്. അപ്പോൾ ബാബാജി പറഞ്ഞു, യു വിൽ നോട്ട് നോ ദ ജെൻഡർ ഓഫ് ദിസ് ചൈൽഡ്. കുട്ടിയുടെ എന്ത് ആണോ പെണ്ണാണോ എന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര അൾട്രാസൗണ്ട് കൊണ്ട് 3 പ്രാവശ്യം അൾട്രാസൗണ്ട് ചോദിച്ചു, നോ, കുട്ടി കാല് മാറ്റത്തില്ല.
സോ കണ്ടില്ല. പിന്നെ പറഞ്ഞു, യു ആർ ഗോയിങ് ടു നെയിം ഹെർ ദിയ, ദിയ, ആൻഡ് ഷീ വിൽ ബി ബോൺ ഓൺ എ നൈറ്റ് 24 hours rain, and she will come out and she will look at every one of you. She comes out with her eyes open. ഒരു ഡോക്ടറായിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഹൗ ഈസ് എ ചൈൽഡ് കമ്മിങ് ഔട്ട് വിത്ത് എൻ ഓപ്പൺ ഐസ്? അതുപോലെ തന്നെ സംഭവിച്ചു. ഈ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യണമെന്നും വിചാരിക്കേണ്ട. ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് എന്തോ മകളുടെ കൂടെ ഷിക്കാഗോയിലാണ്. അപ്പം ഞാനിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഐ ആം ഹിയറിങ് ദിയ, ദിയ, ഒരു കിളി കരയുന്ന ശബ്ദം, ദിയ, ദിയ, അതാണ് കേൾക്കുന്നത്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ കിളി പറയുന്ന ദിയ, ദിയ? എന്നിട്ട് ഞാൻ ഇത് ലേബർ പെയിൻ ആണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇറ്റ്സ് 8 hour ഡ്രൈവ് ഫോർ മീ. എനിക്ക് പോകാനുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത് ദ ഹോൾ ടൈം ഇറ്റ് വാസ് റെയിനിങ്. ഞാൻ ചെന്നപ്പോഴും റെയിനിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എത്രയും സമയം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. നമുക്ക് കാണാം ജനിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് എൻ ഓപ്പൺ പ്ലേസാണ്. നമ്മുടെ ഇവിടുത്തെ ലേബർ റൂം എന്നല്ല, ഇറ്റ്സ് എ പ്ലേസ് യു കനോട്ട് സ്റ്റാൻഡ് ദെയർ. കുട്ടി ജനിച്ചു, ഈ കുട്ടി കണ്ണ് തുറന്നു, എല്ലാവരും നോക്കും. ദാറ്റ് ഇസ് എൻ അമേസിങ് തിങ്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഒരു ദിവസം എന്തു എന്നെ വിളിച്ച് പറയണം. ഇന്ന് രാവിലെ പറഞ്ഞപ്പം ഷീ സെഡ്, ഐ ആസ്ക് ബാബാജി ടു കം ടുഡേ ടു അവർ ഹോം. ഞാൻ പറഞ്ഞ് ഓക്കെ, ദാറ്റ്സ് ഗുഡ്, യു ക്യാൻ ആസ്ക്, ഹി വിൽ കം. അത് കഴിഞ്ഞ് എന്നെ വിളിക്കുകയാണ്. എന്ത് വിജയ, ഓടി വരണം. എന്ത് കുട്ടി? എൻ്റെ വീട്ടിൻ്റെ വെള്ളിയിൽ ഒരു പാമ്പ് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പാമ്പ്. ഞാൻ പറഞ്ഞു, യു ആസ്ക് ബാബാജി ടു കം, ഹീസ് കം ആസ് എ സ്നേക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, കേൾക്കോ. അങ്ങനെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് പലയിടത്തും പല പ്രാവശ്യം ഭഗവാനെ പല രൂപത്തിലും ഭാവത്തിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഭഗവാൻ ഈ രൂപത്തിൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഹീസ് യുവർ സെൽഫ്, നിങ്ങളുടെ അന്തര്യാമിയാണ്. ആ രൂപത്തിലാണ് ഞങ്ങൾ ബാബാജി കാണുന്നത്. ഇങ്ങനെ ഇനി ബാക്കിയൊക്കെ എൻ്റെ വൈഫ് പറഞ്ഞു തരും. പ്രജി, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു അങ്ങയുടെ വൈഫിനാണ് കൂടുതലും ബാബാജിയുമായിട്ടൊരു കണക്ഷൻ വരുന്നതെന്ന്. അങ്ങേക്ക് എപ്പോഴാണ് അങ്ങയുടെ വൈഫ് ഇന്ദുജി ബാബാജിയുടെ ഒരു മെസ്സഞ്ചറാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്? അതായത് ഞാൻ ഒരുപാട് സ്പിരിച്വൽ ബുക്സൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് വായിച്ചിട്ടുണ്ട്. വായിക്കാത്ത ഈവൻ ഓഷോയുടെ 400 ബുക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സന്യാസിമാരുടെ ആരുടെ ബുക്കുണ്ടോ എല്ലാം ഞാൻ വായിക്കും. പക്ഷേ ഒരു ദിവസം എനിക്കറിയാം, ഒരു ദിവസം യു ഹാവ് ടു ഡ്രോപ്പ് എവരിതിങ്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുവാണെങ്കിൽ ഭഗവത്ഗീത ഒഴിച്ച് വേറെ ഒന്നും വായിച്ചിട്ടില്ല. ഒരു ബുക്കും വായിച്ചിട്ടില്ല. വായിക്കാത്ത ഒരാൾ ഓരോ കാര്യങ്ങൾ എന്നോട് പറയും. മൈ ഡിയർ ചൈൽഡ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓരോ കാര്യങ്ങളിങ്ങനെ ഓരോന്ന് സ്പിരിച്വൽ കാര്യങ്ങൾ, അതാണ് ഇതാണ്, ഓരോന്നിങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സത്യമായി മാറുന്നു. ഈ പറയുന്നതെല്ലാം ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള വേദങ്ങളിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതെങ്ങനെ, ഹൗ ക്യാൻ ഇറ്റ് ഈസ് പോസിബിൾ സംബഡി ഹു ഡസൻറ്റ് റീഡ്, ഇതൊന്നും വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെ കിട്ടുന്നു? ചിലപ്പോൾ പറഞ്ഞു തരും, ദിസ് ഈസ് എ ക്രിയ. സോ ക്രിയ എന്നിട്ട് ഷീ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. This is the way you take breath from the lowermost part of the spine, go up here, from there it goes like this, come here as a kite kriya. Kite kriya. ഞാൻ നോക്കും എവിടെ കൈറ്റ് ക്രിയ എഴുതിയിട്ടുണ്ട്, ഒരിടത്തുമില്ല. അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ അവസാനം ഒരു ദിവസം പറഞ്ഞു, അമൃതനാഡി ഈസ് ദ എൻഡ് ഓഫ് യോഗ. അപ്പം അമൃതനാഡി ഈസ് ദ എൻഡ് ഓഫ് യോഗ എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അമൃതനാഡി എന്താണെന്ന് അറിയണ്ടേ? പുള്ളിക്കറിയാമോ ഇത്? അപ്പോൾ അവസാനം അമൃതനാഡി എന്താണെന്ന് വെച്ചാൽ പടവും വരച്ചാണ് പറഞ്ഞു തരുന്നത്. ദ സുഷുമ്ന വഴി ദ എനർജി ഗോസ് ഓൾ ദ വേ ടു യുവർ സഹസ്രാര ചക്ര. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫ്രം ദർ ഇറ്റ് മൂവ്സ് ഡൗൺ ടു ദ തേർഡ് ഐ. ഫ്രം ദ തേർഡ് ഐ ഇറ്റ് ഗോസ് ടു ദ one goes to the bindu, one goes to the here. From there both comes here to the throat chakra. From there it has to the spiritual heart. It's not the physical heart. അവിടെ വന്നു കഴിഞ്ഞാൽ യു ആർ ഇൻ എക്സ്റ്റസി. അത് പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിയുന്നത് രമണ മഹർഷി മാത്രമാണ്. ആ രമണ മഹർഷിക്ക് അറിയാമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. അങ്ങിപ്പം സ്പിരിച്വൽ ഹാർട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, അതൊന്ന് വിശദീകരിക്കും. എന്താണ് സ്പിരിച്വൽ?
നമ്മുടെ ഫിസിക്കൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ 4 ചേമ്പറുള്ള ഒരു ഓർഗനാണ്. പിന്നെ നമ്മൾ ഈ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എനർജി സെൻറ്റർ ഇവിടെ ഹാർട്ടിൻ്റെ അടുത്ത്. സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല. അതായത് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ധ്യാനിക്കുമ്പോൾ യു ഗോ ടു എ പ്ലേസ് സംവെയർ വിത്തിൻ ദിസ് പ്ലേസ് ആൻഡ് യു വിൽ ബി ഇൻ ബ്ലെസ്. ആ എത്തുന്ന സ്ഥലമാണ് 1. 2, ദാറ്റ് ഈസ് യുവർ ആത്മ, ദാറ്റ് ഈസ് സദ്ഗുരു എന്ന് പറയുന്ന ആ സാധനമാണ്. സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചല്ല, വേറെ ഉദ്ദേശമില്ല. ഇവിടെ എത്തുമ്പോഴാണ് നിങ്ങൾ സാക്ഷാൽ ഗുരുവിനെ കാണുന്നത്. ആ ഗുരുവിനെ തേടിയുള്ള യാത്രയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടത് വഴികാട്ടിയായിട്ട് നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവർക്ക് നമ്മളെവിടെ എത്തിക്കാൻ സാധിക്കും. ജി, ഒരു യഥാർത്ഥത്തിൽ ഒരു സാധകൻ അവൻ ധ്യാനം പരിശീലിക്കുകയാണെങ്കിൽ, സത്യത്തെ തിരിച്ചറിയാനുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, അവന് മുന്നേ സഞ്ചരിച്ച ഗുരുക്കന്മാർ അവനുമായിട്ട് കണക്റ്റ് ആവും. അതൊരു യൂണിവേഴ്സൽ എനർജിയാണല്ലോ. ഗുരുക്കന്മാർ എന്ന് പറയുന്ന എല്ലാം ഒരു എനർജിയാണ്. ആ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധകനുമായിട്ട് കണക്റ്റ് ആവും. അപ്പം അങ്ങനെ കണക്റ്റ് ആവുമെന്നിരിക്കെ ഒരു പ്രത്യേക സിസ്റ്റം ഫോളോ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നത്, അത് അങ്ങയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് സിസ്റ്റവും സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു ഗുരുവിനെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അവരുടെ പഠിപ്പിച്ച മാർഗം പറഞ്ഞു തരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കത് ആ സിസ്റ്റം പറ്റത്തില്ല. പറ്റുമെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കണമെന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഏത് സിസ്റ്റം ട്രൈ ചെയ്ത് നോക്കാം, അതിൽ ഒരു കുഴപ്പമില്ല. ഏത് സിസ്റ്റത്തിൽ പഠിച്ചാലും അവസാനം നിങ്ങൾ എത്തുന്നത് ഈ സദ്ഗുരുവിൽ തന്നെയാണ് എത്തുന്നത്. അതുവരെ ഏത് ഭക്തിമാർഗമായിക്കോട്ടെ, ജ്ഞാനമാർഗമായിക്കോട്ടെ, യോഗയായിട്ട്, കുണ്ടലിനി യോഗമായിട്ട്, അതാൽ ശക്തിപാത് യോഗയാകട്ടെ. ഞാൻ ഈയിടയ്ക്ക് വായിച്ചാണ് ശക്തിപാത് യോഗ എന്നൊരു ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രത്ത് മാത്രം എടുക്കുന്നുണ്ട്, ബുദ്ധൻ്റെ വേ ആവട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ പഠിക്കുക, അതിൽ ഒരു തെറ്റുമില്ല. അവസാനം നിങ്ങൾ ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. എല്ലാ ഗുരുക്കന്മാരെയും വളരെ സന്തോഷത്തോട് സ്വീകരിക്കുക, അക്സെപ്റ്റ് ഇറ്റ്. അവിടെ നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കി പോകേണ്ട കാര്യം, നിങ്ങൾക്ക് മതിയായെങ്കിൽ പോവുക, വിടുക. പിന്നെ ഈ ഗുരുക്കന്മാർ വന്ന് നിങ്ങളെ കണക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ പ്രഭാകർ സിദ്ധയോഗിയെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുരു, ഒരു വലിയൊരു അവധൂതനാണ്. ഈ കഴിഞ്ഞ ഒരു യാത്രയിൽ ഞങ്ങൾ നമ്മുടെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി. അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടർ ഇത് എടുത്തുകൊണ്ട് പോയിക്കോളൂ, അവിടെ അമേരിക്കയിൽ കൊണ്ടുപോകാം. അപ്പം അയ്യോ, ഇത് വലിയ ഫോട്ടോ ഇല്ല, ഇത് ഞാനെങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ ആണെങ്കിൽ പിന്നെ ശരി പോയിക്കോട്ടെ. അപ്പോൾ ഇന്ദു അവിടെ നിന്ന് അദ്ദേഹത്തിന് മുമ്പ് നിന്ന് പ്രാർത്ഥിക്കുന്നു, ഗുരുദേവ ഞങ്ങൾ കൂടെ വരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി ഇരുന്നപ്പം കാണാൻ ഈ അദ്ദേഹം തന്നെ ഈ ഫോട്ടോയുടെ പടം എടുത്ത് ഞാൻ കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ധ്യാനിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ ധ്യാനത്തിൽ വന്നിട്ട്, ഞാനങ്ങനെ ഈ വലിയ ഗുരു ഒരുപാട് പേര് ഇങ്ങനെ കാണത്തില്ല, വന്നിട്ട് എനിക്കൊരു മന്ത്രം പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മന്ത്രം, സത്യം പറഞ്ഞാൽ രാമമന്ത്രമാണ്. അത് പറഞ്ഞു തന്നു. അപ്പം നമുക്ക് ഏത് ഗുരുക്കന്മാരെ നമ്മൾ അത്രയും സിൻസിയറായിട്ട് അയാൾ കണക്ട് ചെയ്യാൻ പറ്റും, യാതൊരു സംശയം. സമർപ്പണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ നമ്മൾ അതിനെ ഉപയോഗിക്കണം. ഇപ്പം രാമമന്ത്രം തന്നു, ഞാൻ ജപിച്ചാതിരുന്നിട്ട് കഥയില്ല. എന്തോ ആവശ്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ആ മന്ത്രം തന്നത്. അത് ഞാൻ എന്നും ജപിക്കുന്നുണ്ട്, അദ്ദേഹത്തെ എന്നും നമിക്കുന്നുണ്ട്. ജി, നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, അതായത് ആ സത്യം നമ്മൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ ആ റിയലൈസേഷന് വേണ്ടി സാധന അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇഫ് നമ്മൾക്ക് കംപ്ലീറ്റ്ലി കുറച്ച് സമയമെങ്കിലും നമ്മുടെ കാമക്രോധ മത മോഹ മത്സരങ്ങളെ കളഞ്ഞ്
റിലാക്സ് ചെയ്യാൻ പറ്റിയാൽ യു ക്യാൻ ഗോ ടു എ സ്റ്റേജ് ഓഫ് ഡീപ്പ് സ്ലീപ്പ് വിത്ത് ഫുൾ അവെയർനെസ്. അതും വേണം, ആ ഡീപ്പ് സ്ലീപ്പ് വരെയും വേണം. ബട്ട് യു ആർ ഷുഡ് ബി ഫുൾ അവെയർനെസ് ആയിക്കഴിഞ്ഞാൽ then you know there is something beyond all these things, behind all these things. ആ എത്തുന്ന സമയത്ത് മനസ്സിലാവും, ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം നോട്ട് ദിസ് മൈൻഡ്, ഐ ആം നോട്ട് ദിസ് പഞ്ചേന്ദ്രിയങ്ങൾ, ഒന്നുമല്ല ഞാൻ, പ്യുവർ അവെയർനെസ് ആണെന്നൊരു അവസ്ഥ വരും. ഈവൻ ഇറ്റ് ഫോർ കപ്പിൾ ഓഫ് സെക്കൻഡ്സ് വന്നു കഴിഞ്ഞാൽ യു നോ ദാറ്റ് ദ ട്രൂത്ത് ഈസ് വിത്തിൻ മീ. അതിന് നിങ്ങൾക്ക് ഏത് വിധത്തിലും പറയാം, ഭഗവാൻ എന്ന് വിചാരിക്കാം, ആത്മാവെന്ന് പറഞ്ഞാൽ എല്ലാം ആവാം. പക്ഷേ ആ സ്റ്റേജിലെത്താനുള്ള വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾക്കാർക്കും റിലാക്സ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇപ്പം ഇംഗ്ലീഷിൽ പറയുന്നത് എൻലൈറ്റ്മെൻ്റ് എന്ന് പറയും. ആ എൻലൈറ്റ്മെൻറ്റ് കിട്ടുകയല്ല, ആക്ച്വലി ദർ ഇസ് നത്തിങ്, യു ആർ നോട്ട് കിട്ടുകയല്ല, ഇറ്റ്സ് ഓൾറെഡി ദെയർ. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദെയർ. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ യു ആർ ഓൾറെഡി വിത്ത്, ഇതെല്ലാം നമ്മുടെ കാമക്രോധം അതൊന്നും പോയിട്ടില്ല. അൺലെസ് നമ്മൾ ഓരോന്നായിട്ട് ഉപേക്ഷിക്കുക, സറണ്ടർ ചെയ്യുക, ഗുരുവിൻ്റെ സമർപ്പിക്കുക കഴിയാതെ യു വിൽ ഗോ ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ലിവ് ഇൻ ദിസ് വേൾഡ് വിത്ത് നത്തിങ് അറ്റാച്ച്ഡ്. അതായത് ഒരു കൈറ്റ് പുറത്ത് വിട്ടാൽ അതിൻ്റെ നൂല് മുറിച്ച് കളഞ്ഞാൽ കൈറ്റ് വിൽ ഗോ. ആ സ്റ്റേറ്റിലെത്തുമ്പം ദെൻ യു ബിക്കം, ആ സ്റ്റേറ്റിനെ ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുക അതിനെയാണ് ലിബറേഷൻ. യു ലിവ് ഇൻ ദിസ് വേൾഡ് വിത്ത് ദിസ് ബോഡി ബട്ട് യു ആർ ലിബറേറ്റഡ് ഫ്രം എവറിത്തിങ്. അതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് പറയാം. അതായത് ഒരു കൽക്കരിക്കകത്ത് എന്താ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. അത് കണ്ടുപിടിക്കണത് എന്ത് പാടാണ്. അതിനെ എത്രയും മാത്രം ആ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അത് തന്നെയാണ് സാധന. നമ്മൾ സാധന ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എത്തും. പക്ഷെ അതുണ്ട്, ഇറ്റ് ഈസ് ഹിഡൻ ഇൻ ദിസ്. അതായത് ഈ ഫൈനലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ശരീരവും ആത്മാവും രണ്ടാണെന്ന് ചിന്തിക്കേണ്ട, എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ ഭഗവാനാണെന്ന് പറയുന്നെങ്കിലും മനസ്സിലാക്കുക, യു ആർ ഓൺലി എ സ്മോൾ പീസ് ഇൻ ദിസ് ബിഗർ പിക്ചർ. നിങ്ങൾക്ക് ഭഗവാൻ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റുമെന്നിരിക്കത്തില്ല. ബട്ട് യു ആർ ദ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സുപ്രീം. അത് യാതൊരു സംശയമില്ല. അത് മനസ്സിലാക്കിയാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ഡ്രോപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കി. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇന്ന് നമ്മൾ ദമ്പതിമാരുമായിട്ടാണ് സത്സംഗം ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡോക്ടർ ജിയുമായിട്ട് സംസാരിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ധർമ്മഭക്തിയായിട്ടുള്ള ഇന്ദുജിയായിട്ട് നമുക്ക് അമ്മയുടെ ആ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് എല്ലാം നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ നോക്കാം. അമ്മജി നമസ്തേ. നമസ്കാരം. അമ്മജി, അമ്മയ്ക്ക് എപ്പോഴാണ് അമ്മ ഒരു മെസ്സഞ്ചറാണ്, ബാബാജി മഹാവതാർ ബാബാജിയുടെ ഒരു മെസ്സഞ്ചറാണ് എന്നുള്ള കാര്യം അമ്മയ്ക്ക് എപ്പോഴാണ് തിരിച്ചറിയാൻ സാധിച്ചത്? അത് സ്വാമി, ഞാൻ 2002 ആണ് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് മൈ ചൈൽഡ് എന്ന് പറഞ്ഞ് ഹി യൂസ് ടു ടെൽ മീ എവറിത്തിങ്. പക്ഷെ ഞാൻ ആരോടും പറയില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ വരാനിരിക്കുന്നത് മേ ബി ഇറ്റ്സ് ഗോണ ഹാപ്പൻ നെക്സ്റ്റ് മന്ത്, അങ്ങനെ നേരത്തെ പറയും സ്വാമി. അപ്പോൾ എനിക്ക് തോന്നി മേ ബി ഐ ആം എൻ ഇൻസ്ട്രുമെൻറ്റ് പറയാനോ ഒക്കെ വേണ്ടി. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ എല്ലാം പല പല കാര്യങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ നമ്മളുടെ ഗ്രാൻഡ് ഡോട്ടർ, ഷീസ് എ വെരി, സ്വാമി പറഞ്ഞു, ഭയങ്കര ഒരു അൺയൂഷ്വൽ ബർത്ത് ആയിരിക്കും ആ കുട്ടിയുടെ. ഇനി ഇങ്ങനെ ഒരു കുട്ടി വരണമെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ജനിക്കും. അങ്ങനെ എല്ലാം പറഞ്ഞു തരുന്ന എല്ലാം കറക്റ്റാണ്. അപ്പോൾ പിന്നെ എനിക്കറിയാം സ്വാമി, ഞാൻ തന്നെ പറയുകയൊന്നുമല്ല, കാരണം വരാനിരിക്കുന്നത് നേരത്തെ പറയും. നമ്മുടെ ഫാമിലിയിലെ ചിലവരുടെ ഡെത്തും എല്ലാം പറയും. അങ്ങനെ അത്
പിന്നെ സ്വാമി ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയും, ഇന്നെ കാണാൻ പറ്റും. ഞാൻ എപ്പോഴും ചോദിക്കും മെഡിറ്റേഷൻ കഴിഞ്ഞ്, ഐ ജസ്റ്റ് വാണ്ട് ടു സീ യു സ്വാമി. അപ്പം ഒരു പ്രാവശ്യം സ്വാമി പറഞ്ഞു, ഞാൻ ഇന്ന് ഡെഫിനറ്റ്ലി യു വിൽ സീ മീ ടുഡേ. അപ്പം ഞാൻ വിജയൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ നടക്കും. ഒരു പോണ്ടുണ്ട്, ലേക്കിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ മീൻ പിടിക്കുന്നു. അപ്പോൾ ആ പോണ്ടിൽ മീൻ പിടിച്ചുകൂടാ, ചിലയിടത്തുണ്ട് ക്യാച്ച് ആൻഡ് റിലീസ്, ഇതൊന്നും ഇല്ല. അപ്പോൾ ഇയാളെന്ത്, എനിക്ക് ഭയങ്കര ഒരു വിഷമം, ഇയാളെന്ത് ഇങ്ങനെ പാവം മീനിനെ പിടിക്കുന്നത്, ദോഷമല്ലേ. ഞാൻ ദൂരെ നോക്കിയിട്ട് അയാളും ദൂരെ നിന്ന് ഒരു വലിയ നല്ല സെറ്റപ്പിലൊരു കസേരയൊക്കെ ഇട്ടിരിക്കുക ഇത് പിടിക്കാൻ. അപ്പം അടുത്ത് വന്നു, ലേക്കിൻ്റെ അറ്റത്താണ്, അയാൾ ലേക്കിലാണ്. അപ്പോൾ എന്നെ കണ്ടിങ്ങനെ ഒന്ന് വിഷ് ചെയ്തു. എൻ്റെ മനസ്സിൽ പറഞ്ഞ അന്ന് വിഷ് ചെയ്യാം, പിന്നെ വേണ്ട, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു വിഷ് ചെയ്യും, ബിക്കോസ് എന്താണെന്ന് മീൻ പിടിക്കുകയല്ലേ. അപ്പോൾ അത് വേണ്ടെന്ന് ഞാൻ നടന്ന് ചുറ്റി ഇങ്ങി വന്നപ്പം പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കുറച്ച് നല്ല വെളുത്ത കളർ താടിയൊക്കെ വെച്ച്. അപ്പം ഞാൻ അയാളെ നോക്കി, അയാൾ എന്നെയും നോക്കി. എന്നിട്ട് ഞാൻ കുറച്ച് ദൂരം ഞാൻ നടന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ ആരുമില്ല. അതും ഒരു ബാസ്ക്കറ്റുണ്ട് മീനെ പിടിച്ചിടാൻ, അതുമില്ല, സ്റ്റൂളുമില്ല, ഒന്നുമില്ല, ആരെയും കണ്ടില്ല. അപ്പം എൻ്റെ മനസ്സ്, അയ്യോ അത് സ്വാമിയായിരുന്നു. ഞാൻ വെച്ചാൽ വേഗം നടന്ന് കഷ്ടം ഒന്ന് വിഷ് ചെയ്തപ്പോൾ എനിക്കും ഒന്ന് തൊഴായിരുന്നു എൻ്റെ മനസ്സിൽ വന്നേ. അത് ഞാൻ ചെയ്തില്ല. ഞാൻ അപ്പം ഇങ്ങനെ സ്വാമി ഇങ്ങനെ പറഞ്ഞ് പല പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ മനുഷ്യരെയും. ഒരു പ്രാവശ്യം എയർപോർട്ടിൽ പറഞ്ഞു, അടുത്ത് ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പം ഐ വിൽ ബി സിറ്റിംഗ് നെക്സ്റ്റ് യു, പക്ഷേ വളരെ ഒരു ഡിഫറെൻറ്റ് മനുഷ്യനാണ്, പക്ഷേ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ ഞാൻ ഓർത്തില്ല, കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ കൈയൊന്നുമില്ല, പുള്ളിക്ക് കൈ രണ്ടുമില്ല, പക്ഷേ ഇങ്ങനെ ഇവിടെ മാത്രമുണ്ട്. അത് കാപ്പിയും ഇതുമെല്ലാം കുടിക്കുന്നു, സംസാരിക്കുന്നതും വളരെ ഡിഫറെൻ്റായിട്ട്. ഞാൻ ചോദിച്ചു, ഭഗവാനെ ഇതായിരിക്കും ഇനി സ്വാമി പറഞ്ഞത്, ഐ വിൽ ബി സിറ്റിംഗ് നെക്സ്റ്റ് യു എന്ന് പറഞ്ഞ്. അമ്മയ്ക്കിപ്പം ഈ 2002 ഈ ഒരു എക്സ്പീരിയൻസുകളെല്ലാം ഇതൊക്കെ റീസെൻ്റ് ആണ്. അല്ല, ഇങ്ങനെ എക്സ്പീരിയൻസ് സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയില്ലല്ലോ. ചെറുപ്പകാലത്തെ എന്തെങ്കിലും ഒരു ഈ ഒരു ക്വാളിറ്റീസ് ഉണ്ടെങ്കിലായിരിക്കാം കൂടുതലും കണ്ടുവരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറുപ്പകാലം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വിജയനോട് പറയും, ഞാൻ തൊട്ടില്ലൊരു തുണി പണ്ട് കെട്ടൂല്ലേ, അതിലിങ്ങനെ ഒരു കമ്പ്, എനിക്ക് നല്ല ഓർമ്മ. ഞാൻ അതിൽ കിടക്കുക, അപ്പോൾ ആരോ വന്നെൻ്റെ കണ്ണിങ്ങനെ എഴുതുക, കരി, അത്രയും മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും വളരെ ഭയങ്കര ഈശ്വര ദൈവഭക്തരും അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മ എപ്പോഴും നാമം ജപിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ 2 നില വീട്ടിൽ, എൻ്റെ അമ്മയ്ക്ക് പേടിയാണ് തന്നെ പോകാൻ. അപ്പോൾ കൂട്ടിന് വിളിച്ചുകൊണ്ട് പോകും എന്നെ. ഞാനും അവിടെ പോയിരിക്കും. അമ്മ മഹാഭാഗവതം ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നത് ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കും. റിപ്പീറ്റഡായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ ഈ ഭഗവത്ഗീത മുഴുവൻ എനിക്ക് അതിൻ്റെ ഏകദേശം കാണാതറിയാം. ഈ തുടങ്ങുന്നതും പാർത്ഥായ പ്രതിബോധം, അത് അമ്മ വായിക്കുന്നത് കേട്ട് പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ദൈവത്തിൽ ഇത് വിചാരിച്ച്, പിന്നെ എന്തെങ്കിലും വരാനിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും. വീട്ടിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു മരമുണ്ട്, പുറകിലൊക്കെ ഒരുപാട് മാവൊക്കെ ഉണ്ട്. ഒരു മാവിൽ നിന്നൊരു തീ ഇങ്ങനെ പറന്നു പോവുക. ഞാൻ ചോദിച്ചു, ഭഗവാൻ ഒരു പന്തം നമ്മളിങ്ങനെ കൊളുത്തി ഇങ്ങനെ പറന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ? ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഉറങ്ങിയൊന്നുമല്ല, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞു, കുഞ്ഞെ അത് നിൻ്റെ തോന്നല്ല, അതൊക്കെ അങ്ങ് മറക്ക്, അതിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഹോബി അന്ന് എന്താണെന്ന് വെച്ചാൽ പുല്ല് പറിക്കും. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇതുണ്ട്. എന്നിട്ട് അടുത്ത വീട്ടിലെ പശുക്കൾക്ക് കൊണ്ട് കൊടുക്കും, നിറച്ച് പുല്ല് ഇങ്ങനെ. ഞങ്ങളെല്ലാവരും, എൻ്റെ ചേച്ചിമാർ ഞാനും പറിച്ച് കൊണ്ട് കൊടുത്ത് അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഒഴുകുന്ന വെള്ളം, ഈ പാടത്തിൽ അതിൽ കൊച്ചു ബോട്ടുണ്ടാക്കി, പിന്നെ മഴയത്ത് നിന്ന് കുളിക്കാൻ അങ്ങനെ. പിന്നെ അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ ഇത് പറഞ്ഞാൽ ഒരു മരം നിന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഇതേ മരം മുറിഞ്ഞ് വീഴും, ഇപ്പം പിഴുത് വീഴുന്നു പറഞ്ഞേണ്ട ഭയങ്കര ശബ്ദം. ആ മരം അങ്ങ് വീണു, അത് കുറേ ലൈറ്റുകളും ഒക്കെ പൊട്ടി. അങ്ങനെ ഇതൊക്കെ. പിന്നെ ഞങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ
ഞാൻ ഉറക്കെ കരയുമ്പോൾ ജനലിൻ്റെയൊക്കെ കുറ്റികളൊക്കെ ഇങ്ങനെ തന്നെ തുറന്ന്, പിന്നെ കസേരയൊക്കെ ഇങ്ങനെ കിടന്ന് അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അത് പിന്നെ 10th എൻ്റെ നമ്പർ SSLC നമ്പർ ചോദിച്ചു നെയ്ബർ ഒരു ലേഡി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു അത് 10/48/96. അവർ എഴുതിയെടുത്തു. അയ്യോ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്പർ വന്നപ്പോൾ ഈ സെയിം നമ്പർ തന്നെ. അങ്ങനെ കൊച്ചിലെ കുറേ. പിന്നെ ഞാൻ വീട്ടിൽ ആരെങ്കിലും ഇന്ന് വരും എന്ന് പറഞ്ഞാൽ അന്ന് ആ പറഞ്ഞ ആൾ വരും. ഇങ്ങനെ ഗ്രാജുവലി കണ്ട് അത് പിന്നീട് ഒരു സ്പിരിച്വൽ. അതെ. പിന്നെ സത്യസായി ബാബ ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും. ഞങ്ങളുടെ വീട്ടിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞു തരും. പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റാണ്. സ്വാമി പറയുന്നത്. പിന്നെ വിജയന് അവിടെ അമേരിക്കയിൽ പോയി വിജയനൊരു എക്സാം എടുക്കണം. അപ്പോൾ ബാബ പറഞ്ഞു വിജയന് നമ്പർ 1 ആയിട്ട് വരും. അപ്പം നോക്കിയപ്പോൾ വിജയൻ എല്ലാം ടോപ്പിൽ മാർക്ക് കിട്ടിയപ്പോൾ അടുത്ത 3 ടെസ്റ്റുണ്ട്. 1 വർഷം കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് എഴുതാൻ നേരത്ത് സ്വാമി പറഞ്ഞു എല്ലാം 4. അപ്പോൾ വിജയൻ പറഞ്ഞു എല്ലാത്തിനും ഞാൻ തൂക്കും. അപ്പോൾ അതാണ് 4 പറഞ്ഞത്. പക്ഷേ അത് അപ്പോഴേ ആ ടൈമിൽ 4 ടോപ്പ്, 1 താഴെ, ഏറ്റവും താഴെ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇൻറ്റ്യൂഷൻസ് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് എപ്പോഴാണ് ഈ ധ്യാനമാണ് എൻ്റെ മാർഗം എന്നുള്ളൊരു തിരിച്ചറിവ് വന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എപ്പോഴാണ് കടന്നു വന്നത്? ഞാനിങ്ങനെ എനിക്ക് തോന്നി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ പ്രാർത്ഥിച്ച് കുറേ കഴിയുമ്പോൾ ചുമ്മാ അങ്ങിരിക്കാൻ തോന്നും. കണ്ണടച്ച് വെറുതെ ഒന്നും ആലോചിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ വെറുതെ ഇരുന്നിരുന്ന് എനിക്ക് തോന്നി ഇതാണ് മെഡിറ്റേഷൻ, ഇതാണ് ധ്യാനം. മേ ബി എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ഇങ്ങനെ ധ്യാനിച്ച് ഞാൻ അങ്ങനെ ധ്യാനിക്കുക, അങ്ങനെ കുറച്ച് ആദ്യം ഒരുപാടൊന്നുമില്ല, കുറച്ച്. ഞങ്ങൾ 35 ഇയേഴ്സ് കൊണ്ട് ഇപ്പം മെഡിറ്റേഷനൊക്കെ. പക്ഷേ പിന്നെ വളരെ നല്ലതായിട്ട് പറ്റും. നമ്മളിങ്ങനെ ഡീപ്പായിട്ട് കുറച്ച് എനിക്ക് ഒരു തോട്ടും ഇല്ലാതെ നല്ല കണ്ണടച്ച്, ഇപ്പോഴാണേലും കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു തോട്ടുമില്ല. അല്ലേ കുട്ടികളുടെ എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ വരും. പക്ഷെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു തോട്ടുമില്ല. എല്ലാം ഇങ്ങനെ ഞാനിങ്ങനെ എനിക്ക് തോന്നും കൈ കൊണ്ടിങ്ങനെ കാണിക്കുക. അപ്പോൾ എല്ലാം അങ്ങ് മാറുക, ഒന്നുമില്ല അങ്ങനെ ഒരു. അപ്പം ഞാൻ എല്ലാ അമ്പലത്തിലും പോകുന്നതിന് മുമ്പേ സ്വാമിയോട് ചോദിക്കും ഇന്ന് എനിക്ക് സ്വാമിയെ കാണാൻ പറ്റുമോ. ഞാൻ ബാബാജി ഇങ്ങനെ ഒരു രൂപത്തിലൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു നീ ആ ദേവിയുടെ നട തൊഴുമ്പോൾ ഞാൻ വരും. അത് ഞാൻ ചുമ്മാ പറയുകയല്ല, ഞാൻ ഹലൂസിനേറ്റ് ചെയ്യല്ല, പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് മമ്മിയൂർ പോയി. അവിടെ ഞാനും എൻ്റെ നെഫ്യൂ നീസോ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്ന് ദേവിയുടെ അവിടെ വന്നു പുറകില്ലേ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ പുറത്താരോ തട്ടി, മകുടം നോക്കി തൊഴ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ മകുടം നോക്കി തൊഴുതിട്ടേ, മകുടം എന്താണെന്ന് അപ്പം തൊഴുത് കഴിഞ്ഞ് പറഞ്ഞു കേട്ട് ഞാൻ നോക്കി തൊഴുതു. പിന്നെ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. എൻ്റെ നെഫ്യൂവും കണ്ടില്ല, നീസും കണ്ടില്ല, ആരും കണ്ടില്ല. ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഈ റീസെൻ്റ്ലി ഗുരുവായൂർ പോയപ്പം അവിടെ ഒരു കൃഷ്ണനുണ്ട്, ഒരു മുത്തുകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് സ്വാമി ഞങ്ങൾ എനിക്ക് അവിടെ നിന്ന് കയറണം എന്നുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ വിളിച്ച്, ഞാൻ തിരിഞ്ഞു നോക്കി, നമ്മൾ പരിചയമൊന്നുമില്ല, വേറെ ആരാണ്. അപ്പോൾ അല്ല, നമ്മളെ തന്നെയാണ്. അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു മുത്തുകൃഷ്ണൻ എവിടെയാ? അപ്പോൾ പറഞ്ഞു മുത്തുകൃഷ്ണനെന്നല്ല, വേറെ എന്തോ ഒരു കൃഷ്ണൻ എന്നാണ് എന്നോട് അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെവിടെയാ? അവിടെ മേലെ ഇരിക്കുന്ന പെയിൻറ്റിങ്. അപ്പോൾ ഞാൻ അവിടെ നോക്കി, ഞാൻ തിരിച്ച് എക്സാക്റ്റ് എവിടെയാണെന്ന് ചോദിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിയൊന്നും ഇല്ല, അവിടെ ആരും ഇല്ല. അപ്പം നാഗർകോവിൽ അമ്പലത്തിൽ ഞങ്ങൾ പോയി. അന്ന് തലേദിവസം ആയില്ല പൂജ കഴിഞ്ഞ്. അപ്പോൾ പറയും നാഗങ്ങളൊക്കെ ഭയങ്കര അജിറ്റേറ്റഡ്, കുറച്ച് വയലൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി നിന്ന് തൊഴാം നാഗർകോവിൽ അമ്പലത്തിൽ, മേലെയല്ല. അവിടെ തൊഴുത് ഞങ്ങൾ ബാബാജി ഒരു പ്രസൻസ് കാണിച്ചു തരൂ. അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ തടിയാണ് താഴെ, ഇങ്ങനെ തടിയിട്ട് ഓരോ തടിയുടെ ഇടം കൊച്ചു ഗ്യാപ്പ്.
ഒരു കാല് കൊച്ചു വിരലിൽ ഒരു കടി. ഞാൻ ചിന്തോന്ന് ഞാൻ നോക്കിയപ്പം ബ്ലഡ് വരുന്നു കുറച്ച്. അപ്പം വേറെ ഒരു ലേഡി അപ്പുറത്ത് നിന്ന് അവർ പറഞ്ഞു പോറ്റിക്ക് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു പോറ്റിക്കൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ കടിയും കൊണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുക, ഇനിയും പോറ്റിക്ക് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു പോവുക. ഞാൻ എൻ്റെ ചേച്ചിയോട് നമുക്ക് പോവുക, എനിക്ക് വയ്യ, എന്നെ പാമ്പ് കടിച്ചു. ഇങ്ങനെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഓടുക, വിജയം വെളിയിലിരിക്കുക. ഞാൻ കരഞ്ഞുകൊണ്ട് വിജയ എന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ വെള്ളി ഹുണ്ടി എന്തെന്ന് പറയില്ലേ അമ്പലത്തിൽ ഇത് ഇടുന്നേ. അപ്പോൾ ഒരു പാമ്പിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വേറെ ആർക്കോ തന്നതാണ്. അപ്പോൾ ഞാനത് എൻ്റെ തലയിൽ തന്നെ ചുറ്റി അതിനകത്ത് അങ്ങ് ഇട്ടു. എന്നിട്ട് ഞാൻ ഓടുക വിജയൻ്റെ അടുത്ത്. വിജയ പാമ്പ് കടിച്ചു. കൊച്ചു വിരലിൽ കുഞ്ഞ് 2 ഈ മാർക്ക് കാണാം പാമ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദൈവമേ, ഞാൻ വിജയൻ എന്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു, എന്നെ ഈ പാമ്പ് കടിച്ചെന്ന് വെച്ചാൽ എന്ത്. ഞാൻ വിജയനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു കൂസലില്ല. ഞാനൊരു നാളെ എൻ്റെ മനസ്സിൽ കൂടെ പോവാണേ, നാളെ പേപ്പറിൽ വരും ഒരുത്തി വന്നു അവളെ പാമ്പ് കടിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് പേപ്പറിലും വരും. നമ്മുടെ ആ തോട്ട് പോകുന്നു, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. ട്രെയിൻ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞു. അപ്പോൾ വിജയനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ എന്നെങ്കിലും കൊണ്ടുപോകണ്ടേ ഹോസ്പിറ്റലിൽ. എൻ്റെ കാലിൽ നോക്കുന്നു, എനിക്ക് ശ്വാസം. അപ്പം പറഞ്ഞു എനിക്ക് വിശക്കുന്നുമുണ്ട്. അപ്പോൾ നാഗർകോവിലൊരു പാർവതി ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ കയറി കുറച്ച് ചോറുമൊക്കെ കഴിച്ച് എൻ്റെ വെപ്രാളം ഇവിടെ ഈശാലയത്തിലെ ഈശാസ്വാമിയെ കാണണം, സ്വാമിയോട് പറയാം. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് നേരെ അവിടെ പോയി സ്വാമിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ സ്വാമി എന്നെ പാമ്പ് കടിച്ചു. അമ്മ എങ്ങനെ അറിഞ്ഞു പാമ്പാണെന്ന്? എനിക്കറിയാം, കാണിച്ചെന്ന് കൊച്ചു വിരലിൽ. അപ്പം സ്വാമി പറഞ്ഞു അമ്മ എന്താ അവിടുത്തെ പോറ്റിയോട് പറഞ്ഞില്ല? ഞാൻ മനസ്സിൽ പറഞ്ഞു എങ്ങനെയാണ് വെപ്രാളം പിടിച്ചിരിക്കുമ്പോൾ. അപ്പം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പോറ്റി ഒരു മണ്ണ് തരും അവിടുത്തെ, അത് പാമ്പ് കടിച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരത്തില്ലെന്ന് സ്വാമി പറഞ്ഞു. സ്വാമി പറഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് തീർത്ഥം തരാമെന്ന്, കുറച്ച് വെള്ളം തരും. തീർത്ഥം തോന്നി എനിക്ക് തോന്നി ഭയങ്കര ബെറ്ററില്ല, പാവയ്ക്ക നീര് തരുന്ന പോലെ തോന്നി. അതെല്ലാവർക്കും കൊടുത്തു ആ തീർത്ഥം. അത് കഴിഞ്ഞ് രാത്രി സ്വാമി വീട്ടിൽ പോയി സുഖമായിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളി, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. വല്ലതും വരികയാണെ എപ്പോഴേ വന്നേനേന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അടുത്ത ദിവസം സ്വാമിയുടെ അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ, എന്തോ ഒരു ഫങ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു സ്വാമി അങ്ങ് വല്ലാതെ ഇരിക്കുന്നു, എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല, പലർക്കും വേണ്ടി നമ്മൾ കുറച്ചൊക്കെ സഹിക്കണം. ഇങ്ങനെ പാമ്പ് കടിച്ചെന്ന് പറയും, സ്വാമി എന്തെങ്കിലും ചെയ്ത് കാണും, എനിക്കത് അറിഞ്ഞുകൂടാ. അമ്മയുടെ മൂകാംബികയിൽ പോയപ്പോൾ ഇതുപോലെ മഹാവതാർ ബാബാജിയുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അവിടെ പറഞ്ഞ പോകുന്നതിന് മുമ്പ് ഞാൻ സ്വാമി എനിക്കൊരു ദർശനം തരുമോ, എല്ലായിടത്തും ചോദിക്കുക എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല കറക്റ്റ് പറയുന്ന പോലെ. അപ്പോൾ സ്വാമി പറഞ്ഞു വിൽ സീ മീ ആസ് എ ബ്രൈഡ് ദെയർ. അപ്പോൾ നമ്മളവിടെ ചെന്ന് നല്ല ആരുമില്ല, ഞങ്ങൾ പോകുമ്പോൾ ഒരു മനുഷ്യരില്ല, നമ്മൾ കുറച്ചൊരു 10 പേര് കാണും അമ്പലത്തിൽ. അപ്പോൾ നോക്കിയപ്പോൾ ദേവി നല്ലൊരു ബ്രൈഡ് പോലെ ഇങ്ങനെ സാരി, കസവ് സാരി ഇട്ട് നിറച്ച് മാലയൊക്കെ ഇട്ട് ഒരു എക്സാക്റ്റ് നമ്മൾ എപ്പോഴും കാണുന്ന പോലെയല്ല, എപ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ചൊരു കിരീടമൊക്കെ, ഇത് ഒരു ഡിഫറെൻറ്റ് ചുമപ്പും പച്ചയും കൂടെയുള്ള സാരിയൊക്കെ എടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ബാബാജിയെ കണ്ടില്ലല്ലോ. പക്ഷെ പിന്നെയാണ് സ്ട്രൈക്ക് ചെയ്തത്, നമ്മൾ കാണുന്നത് എല്ലാം സ്വാമി തന്നെ. കാരണം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ ദൈവങ്ങളും ദേവിയും ദേവനും മനുഷ്യരിലും സ്വാമി പറഞ്ഞിട്ടുണ്ട് എല്ലാവരിലും ബാബാജിയെ കാണണം. യു ഷുഡ് സീ മീ ഇൻ എവറിഥിങ്ങും എവ്രി വൺ. നമ്മൾക്ക് ഇഷ്ടമല്ലാത്തതും ഇങ്ങനെ ഹെയ്റ്റ് എന്നൊരു ഇത് വരാൻ പാടില്ല എന്ന് പറയും. അതുപോലെ അന്നപൂർണ ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്ന് അത് സ്വാമി നേരത്തെ പറഞ്ഞു വിൽ സീ മീ ദെയർ. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും റിയലൈസ് ചെയ്യത്തില്ല ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട്സ് ഹാപ്പനിങ് അങ്ങനെ. അപ്പോൾ സ്വാമി അവിടെ ചെന്ന് ഞങ്ങളൊക്കെ ചോറുണ്ണാനിങ്ങനെ താഴെയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ വന്നു കയറി, നമ്മൾ കണ്ടാലിങ്ങനെ നോക്കൊരു സംതിങ് ഒരു ഡിഫറെൻറ്റ് ലുക്കും കണ്ണുമൊക്കെ ഈ പെട്ടെന്ന് ഈ ബാബാജിയുടെ പടത്തിൽ കാണുന്ന പോലെ ഒരു ബ്രൗൺ ഷർട്ടും ഒക്കെ ഇട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ വന്ന് ഞാൻ ഒരാൾ നല്ലതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു മനുഷ്യൻ കുറച്ച് കഴിഞ്ഞ് വന്ന് എൻ്റെ തൊട്ടപ്പുറത്തിരുന്നു. എന്നിട്ട് ചോറ് ഇടുമ്പോൾ പറയും കുറച്ച് ചോറ് മതി, പോറ്റിയാണല്ലോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചോറ് മതി, ഞാനും പറയും എനിക്കും കുറച്ച് ചോറ് മതി, ഞാൻ കുറച്ച് ചോറ്. അപ്പോൾ കുറച്ച് കറിയും കഴിച്ച് മുഴുവൻ കഴിച്ച് കഴിഞ്ഞ്
എണ്ണീറ്റ് മടക്കി ഇലയും മടക്കി അങ്ങ് പോയി. ഞാൻ ചോദിച്ചു ഇത് സ്വാമിയായിരിക്കും, എന്നാൽ ഒന്ന് തൊഴാം. വെളി വന്നപ്പോൾ അവിടെ ഇരിക്കുന്നു. ഞാൻ ചെന്ന് തൊഴട്ടെ പോയി. അപ്പോൾ എൻ്റെ ഒരു ഈഗോ, ഞാൻ പറയാം അത് വേണ്ട, ഫോണും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ എന്തിന് തൊഴണം. അപ്പോൾ അവിടെ ഞാൻ തൊഴുതില്ല, പക്ഷെ ഞാൻ പുള്ളിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകി ഞങ്ങൾ വെളി വന്നിരുന്നു. ഒരു വേയേ ഉള്ളൂ വെളി വരാൻ. ഞങ്ങളൊരു 3 മണിക്കൂറൊക്കെ ഇരുന്ന് കാണും. 3 മണിക്കൂറിൽ കൂടുതൽ അവിടെ ഇരുന്നു. അപ്പോൾ അതുവരെ എല്ലാവരും പോയി. ഈ മനുഷ്യനെ നോക്കിയിരുന്നിട്ട് ഇദ്ദേഹം വന്നതേയില്ല, കണ്ടേയില്ല, എവിടെ പോയി. ഈ എക്സ്പീരിയൻസിൽ നിന്ന് ചോദിക്കുകയാണ് അമ്മ, നമ്മുടെ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററുമായിട്ട് ഒരു കണക്ഷൻ വന്ന ഇതുപോലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് പണ്ട് ഒരു 4-5 ഇയേഴ്സ് ബാക്ക് നമ്മൾ വന്നപ്പോൾ സ്വാമി പറഞ്ഞു, എന്താ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് വളരെ ഒരു ദിവ്യനായിട്ടിട്ടാണ്, യു ഷുഡ് മീറ്റ് ഹിം. അപ്പം വിജയനും നമ്മളുടെ വേറെ ഒരു ജയകുമാർ എന്ന് പറഞ്ഞ് ഒരു ഡ്രൈവറോ നെയ്യാറ്റിൻകരയൊക്കെ പോയി നോക്കി. ഒരു അവധൂതൻ റോഡ് സൈഡിൽ ഇരിക്കുന്നു. അപ്പോൾ ആ ഡ്രൈവർ ഫോട്ടോ എടുക്കുന്നിടത്ത് അദ്ദേഹം ഓടിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ കണ്ടിട്ടില്ല. അപ്പം നമ്മളെ ഒരു 2 months ആയിട്ടുള്ള അല്ലേ ഈ മീ ടു മീ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സീംസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിങ്ങളുടെ വീഡിയോസ് മുഴുവൻ കണ്ടു, ഗുരുജിയുടെ ഈ സത്സംഗം. അപ്പോൾ ബാബാജി പറഞ്ഞു ഹീ ഈസ് സോ സിമ്പിൾ, ഹംബിൾ ആൻഡ് വൈസ്. പുള്ളി ഗുരുജിക്ക് എല്ലാം എന്ത് ചോദിച്ചാലും ആൻസറുണ്ട്. അപ്പം ഞങ്ങൾ എന്നും കാണും, ലാസ്റ്റ് വരുന്ന തലേ ദിവസം മുഴുവനും കണ്ടു. അപ്പം അങ്ങനെ ബാലുജീനെ അറിയാം, ഗുരുജീനെ അറിയാം. അപ്പം ഞങ്ങൾ വന്ന് എന്താണേലും, എന്നിട്ട് നമ്മളിവിടെ എല്ലാവരോടും ഫോൺ ചെയ്ത് ചോദിച്ചു. നമ്മൾക്ക് പല ഇവിടെ അറിയാം ഈ സ്പിരിച്വലി ആൾക്കാർ ആർക്കും അറിയാം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടില്ല, എന്നാൽ ബാലരാമപുരത്ത് പക്ഷേ ഒരിതുമില്ലല്ലോ, നിങ്ങളൊന്നും ഇത് പബ്ലിസിറ്റി ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞങ്ങളെയും കൂടെ നമുക്ക് വിജയം പറഞ്ഞു നമുക്ക് അഡ്രസ്സ് എടുക്കുക. എന്ത് ചെയ്താൽ ഞാൻ അമേരിക്കയിലിരുന്ന് നോക്കുക ബാലുവിനെ ഫോൺ ചെയ്യാൻ. ബാലുജിയെ ഫോൺ ചെയ്ത് എനിക്ക് എവിടെയാണെന്നൊക്കെ എന്തേതാ കിട്ടുന്നില്ല, ഇവിടെ വന്നിട്ടാണെന്ന് വി ട്രൈഡ്. അപ്പം ഞാൻ എഴുതി അവിടെ വെച്ച് മീ ടു മീ മെഡിറ്റേഷൻ ബാലരാമപുരം എന്ന് എഴുതി, മെഡിറ്റേഷൻ സെൻറ്റർ. അപ്പോഴാണ് ബാലുജിയുടെ നമ്പർ. ബട്ട് ഐ കോൾഡ് ആൻഡ് കിട്ടിയത് ഗുരുജിയെ. അത് നമ്മുടെ ഒരു ഭാഗ്യം. ഞങ്ങളുടെ ഗുരുവിൽ ഞാൻ ഈ സ്വാമി, ഗുരുജി, അവധൂത്ജിയെ എല്ലാം ബാബാജിയായിട്ടാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. എൻ്റെ മനസ്സിലപ്പം വന്ന് പൗർണമിക്കാവ് അമ്പലത്തിൽ ഞാൻ വിജയനോട് ഇനി ചോദിക്കാം പൗർണമി, പക്ഷേ നമ്മൾ എവിടെയോ കണ്ട ഓർമ്മ എന്നല്ല. ഗുരുജി എനിക്കറിയാം ഗുരുക്കന്മാരുമായിട്ടുള്ള ഒരു ആയിരിക്കും, പറയാറുണ്ട്. അതെ 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 അതെല്ലാം ഒരു നിമിത്തം പോലെ കണക്റ്റായി വരികയാണ്. അതെ അതെ അത് ഒരിക്കലല്ല. ബാബാജി ഇങ്ങനെ ഒരാളെ കാണുമെന്നും പറഞ്ഞ് നമ്മൾ ഇപ്രാവശ്യം വന്ന് എപ്പോഴും നമ്മൾ വരുമ്പോൾ ഞങ്ങളിങ്ങനെ അവധൂതനെ കാണണം വലിയ ആഗ്രഹം. ഇവിടെ ഒരു തിരുവല്ലത്തുണ്ട്, ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയും, ഞാൻ എന്നും ചോദിക്കും എവിടെയുണ്ട് അവധൂതൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവധൂതരെ കാണാൻ. എല്ലാവരും ഇങ്ങനെ അവധൂതജിയുടെ ഓട്ടോബയോഗ്രഫിയാണ് എന്താ വായിച്ചത് നമ്മൾ പറഞ്ഞ്. അദ്ദേഹം പിന്നെ ഇതിലൊന്നും അല്ല, കൊച്ചിലെ പിന്നെ അവധൂതൻ്റെ വേഷങ്ങളൊന്നും അല്ലല്ലോ കണ്ടാലേ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ്. ഞങ്ങളവിടെ വന്ന് കാളി ദേവി ഇരിക്കുന്നുണ്ട്, കാളിയല്ലേ. അപ്പം ഞാൻ എല്ലായിടത്തും എവിടെ പോയാലും, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയാലും ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോയാലും പറയും എൻ്റെ കൂടെ വരണം എന്ന് എപ്പോഴും പറയും. പക്ഷെ നമുക്കൊരു പ്രസൻസ് തോന്നും. അത് ഞാൻ ഇപ്പോൾ ഈ ദേവിയുടെ ഗുരുജിയുടെ ആശ്രമത്തിൽ മീറ്റ് മെഡിറ്റേഷൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദേവി കൂടെ വരൂ ഭഗവാനെ. എനിക്കറിയത്തില്ല ഞാൻ ഈ ദേവിയോട് കളിക്കരുതെന്ന്. ഇവിടെ വന്ന് രാത്രി എനിക്ക് തോന്നുന്നു ആ ദേവി അങ്ങ് നിൽക്കുക. എനിക്ക് പേടി. കുറേ കഴിഞ്ഞ് ഭയങ്കര റെസ്റ്റ്ലെസ്, ഞാൻ തിരിഞ്ഞു കിടക്കുന്നു. ദേവി കളിപ്പോന്ന് പല പ്രാവശ്യം പറഞ്ഞ്. കുറേ കഴിഞ്ഞ് ഭഗവാനെ ഞാൻ അറിയാതെ വിളിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ എല്ലായിടത്തും ചെന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. അതിൽ മെഡിറ്റേഷൻ ധ്യാനത്തിൽ വന്ന് ഗുരുജി 4 മണിക്കൂർ ഓൾവേസ് ഞങ്ങൾ എൻ്റെ ചേച്ചിയും വന്ന് പറഞ്ഞിട്ട് എങ്ങനെ 4 മണിക്കൂർ ഇരിക്കും. ഞാൻ പറഞ്ഞു എന്നാൽ ഈ ഗുരുജീനെ 2 മണിക്കൂറാക്കിക്കൂടെ, 4 എന്നുള്ള മിണ്ടാതെ
എത്ര സമയം, പക്ഷേ അവിടെ വന്ന് സമയം പോയതേ സത്യത്തിൽ ഞാൻ പറയാം, എൻ്റെ ഹാർട്ടിൽ എന്ന് പറയും, സമയം പോയതേ അറിഞ്ഞില്ല. എന്തോ ബ്യൂട്ടിഫുൾ ആ മെഡിറ്റേഷൻ. ഗുരുജി പറഞ്ഞ ബുദ്ധ ഫാൻറ്റാസ്റ്റിക്. എനിക്കാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല അധികം. ഞാൻ അന്നൊരു വീഴ്ച പെട്ടെന്ന് എനിക്കൊരു ഡിസിയാവും. പക്ഷേ അന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളൊന്നുമല്ലാതെ നിന്നു. ഞാൻ ആ ദേവിയെ മുമ്പിൽ പരമഹംസ ശ്രീരാമകൃഷ്ണ പരമഹംസ, മറ്റേ അമ്മ ശാരദ അമ്മ, വിവേകാനന്ദൻ്റെ ഒരു ദേവിയില്ലേ, ആ ദേവിയെ മുമ്പിൽ ഇങ്ങനെ കാണുക. പക്ഷേ നമ്മളൊന്നുമല്ലാതെ 4 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല. ശിവൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പം നമ്മളങ്ങ് അതിൽ ലയിച്ച് നമുക്ക് തോന്നും ആ മ്യൂസിക്കിൽ എന്ത് ബ്യൂട്ടിഫുൾ. കൃഷ്ണ എന്ന് പറഞ്ഞൊരു പാട്ട് ആദ്യം നമുക്ക് തോന്നുന്നു എവിടെയും കൃഷ്ണൻ തന്നെ. എനിക്കൊന്ന് ഞാൻ തന്നെ കൃഷ്ണനായി. നമ്മളെല്ലാം അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ആ മെഡിറ്റേഷൻ. സാധാരണ ഗുരുജി പറയും ഈ ഒരു 4 മണിക്കൂർ മെഡിറ്റേഷൻ സെഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ബിയോണ്ട് ടൈം ആണെന്ന് പറയും. കാരണം നമ്മൾ ആ ഒരു ഡിവിനിറ്റി ആയിട്ട് മെർജ് ആവുന്ന കുറച്ച് ടൈമാണ്. മനസ്സ് അടങ്ങുന്ന ശാന്തമാവുന്ന ഒരു മൊമെന്റ്സ് ആണ് അതെല്ലാം. അത് അമ്മയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊന്നും അറിയാതെ, എൻ്റെ ചേച്ചിയും പറയും, ഒന്നും അറിയാതിരുന്നു. എനിക്ക് തോന്നി സ്വാമിയുടെ പാട്ട് ഓരോ മ്യൂസിക് ഇടുമ്പോഴും നമ്മളതങ്ങ് ആകുകയാണ്. നമ്മളവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ് ബ്യൂട്ടിഫുള്ളായിരുന്നു. അത് ഞാൻ ബാലുജീനോട് ചോദിച്ച്, ഈ പാട്ടൊക്കെ എന്ത് ഭംഗിയുള്ള കൃഷ്ണൻ്റെയൊക്കെ ബ്യൂട്ടിഫുൾ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഞങ്ങളപ്പോൾ പൂന്തുറ സ്വാമി നമുക്ക് വലിയ ഇഷ്ടം. പൂന്തുറ സ്വാമിയല്ലേ. ഞങ്ങൾ ഒരു ദിവസം അവിടെ ഒരു ഫോട്ടോ കൊണ്ടുപോയി, ഇങ്ങനെ സ്വാമി ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു സ്വാമി സ്വാമി ഞങ്ങൾ താമസിക്കുന്ന മേലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ സ്വാമി ഒന്ന് വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഞങ്ങൾ 2 വെളുപ്പിനെ 4 മണിക്ക് ഞങ്ങൾ എണീക്കും മെഡിറ്റേഷൻ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വുഡനായി സ്റ്റെപ്സൊക്കെ, വടി ഇങ്ങനെ ഇടിക്കുന്ന ഓരോ സ്റ്റെപ്പിൽ നമുക്ക് അറിയാമല്ലോ. വടി ഇങ്ങനെ ഇടിച്ചിടിച്ച് താഴേന്ന് കയറി വരിക. ഞങ്ങൾ മേലെ ഇരിക്കുന്നിടം വരെ വന്നു. ഞങ്ങൾ മെഡിറ്റേഷൻ ഞങ്ങളെ കഥ അടയ്ക്കും. അപ്പോൾ അവിടെ വെളി വന്നിരുന്നു. ഞാൻ പറഞ്ഞു, വിജയ നീ പേടിക്ക്, ഭയങ്കര പേടി. വിജയൻ പറയും, എന്തോ ഞാൻ കേട്ടു, ആരോ വടിയടിച്ച് വരുന്നു. പക്ഷേ പിന്നെ അകത്ത് ഒന്നും കയറിയില്ല. അത് കഴിഞ്ഞ് ഞാനൊരു മെഡിറ്റേഷൻ പോയി എവിടെയോ പറന്നൊക്കെ പോകുന്നത് ഒന്നും അറിയത്തില്ല. എനിക്ക് എണീക്കണമെന്നുണ്ട്, എനിക്ക് വിളിക്കണമെന്നുണ്ട്, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഇപ്പം ഒരു മന്ത്രം ഞാൻ അവിടെ വെച്ച് കേട്ടു. ഗുരുജിക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ശിവൻ്റെ എന്താ ഓം കാശിനാഥായ വിദ്മഹേ ലിംഗരൂപായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഞാനതിങ്ങനെ കേൾക്കാം, ചേട്ടാ ഇതെങ്ങനെയാണ്. അപ്പം ഞാൻ എഴുതി വെച്ചു. അപ്പം തന്നെ വിജയൻ ജോലിക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞങ്ങൾ ഹോട്ടലിലായിരുന്നു ഇന്ന്. അപ്പം ഞാനത് എഴുതി വെച്ചു ആ മന്ത്രം. ഒരു ഗായത്രി പോലെ ഭഗവാന്റെ കാശിനാഥൻ്റെ. അപ്പം ഇപ്പം കാശി പോകുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഒരു വിഷൻ കാണുകയാണ്. കാശിയിൽ ഞാൻ അവിടെ നിൽക്കുക. മണികർണിക ഘട്ടിലൊക്കെ പോകും. ഞങ്ങൾ പോയിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടെ. അപ്പോൾ ഒരു വലിയൊരു രൂപം, മുഖത്തൊക്കെ നിറച്ച് ആഷസും എല്ലാം പരട്ടി, ഇത്രയും താടി എന്ന് പറഞ്ഞ ഒരു നരച്ച് നമുക്കൊരു പേടി തോന്നുന്ന ഒരു മുഖം, ഒരു കറുത്ത വലിയ ഇങ്ങനൊരു പൊട്ട് ഇട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ രൂപം ഇങ്ങനെ നോക്കുക. അപ്പോൾ കാശിയിൽ പോകുമ്പോൾ കാണുന്നു വിചാരിക്കുക. ഇപ്രാവശ്യം പറഞ്ഞ പോലെ ചോദിക്കുക, കാശിയിലും കാണുമോ? സാധാരണ നമ്മൾ സാധകരെല്ലാം ധ്യാനിക്കുമ്പോൾ ചിലർക്ക് അത് ഇൻറ്റ്യൂഷൻ പോലെയും അല്ലെങ്കിൽ മെസ്സേജസ് പോലെയും കിട്ടും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും. അപ്പം അമ്മയുടെ ആ ഒരു ധ്യാനത്തിൻ്റെ ആ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കാം ആ സമയത്ത് അമ്മ ഒരു മെസ്സേജസ് കിട്ടുമ്പോൾ അത് പിന്നീട് അമ്മയ്ക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ, അതോ എങ്ങനെയാണ് അമ്മയുടെ രീതി? അല്ല, അത് ഞാൻ ധ്യാനിച്ചിരിക്കുമ്പോൾ ആ മെസ്സേജസ് കിട്ടും. എന്തെങ്കിലും ഇങ്ങനെ എനിക്കറിയാം അത് കേൾക്കുന്നത്. അത് മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വിജയനോട് ഞാൻ പറഞ്ഞ് അപ്പം തന്നെ എഴുതി വയ്ക്കും. പക്ഷേ എനിക്കൊന്നൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒന്നും ഓർക്കില്ല. ഈ പറഞ്ഞത് എന്താണെന്ന് പോലും
ഓർമ്മയിക്കത്തില്ല. എവിടെയോ ഡീപ്പ് ഡൗൺ എന്തോന്നോ അറിയാം എന്ത് പറഞ്ഞത്, പക്ഷേ ഓർക്കില്ല. ഇപ്പോഴങ്ങനെയല്ല. ഞാൻ ഈ കേൾക്കുന്നതൊക്കെ വളരെ ക്ലിയറായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരും, സ്വാമി എന്നൊരു ക്വസ്റ്റ്യൻ വരും, അപ്പം തന്നെ എനിക്കൊരു ആൻസർ. അങ്ങനെ പറ്റും എല്ലാം. ഇപ്പം എനിക്ക് തോന്നി ആരെങ്കിലും എല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും കൊച്ചു കാര്യങ്ങൾ, അത് അപ്പം തന്നെ നടക്കും. ചിലപ്പോൾ അത് വിജയനായിരിക്കും ചെയ്യുന്നത്. ഞാൻ വിചാരിക്കും വിജയൻ വന്നാൽ അത് എടുത്തിരുന്നെങ്കിലെന്ന് പറയാം, വിജയൻ അത് എടുക്കാൻ വരും. നമ്മളുടെ ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും അത് കാരണം ബാബാജി ഇപ്പം എന്നോട് പറഞ്ഞത് ഒന്നും പറയരുത്. കാരണം കഴിയുന്നതും യു സ്റ്റേ എംപ്റ്റി. നമ്മൾ എംപ്റ്റി ആയി കഴിഞ്ഞാൽ, അല്ലെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ബാലുജി അത് എനിക്ക് തോന്നുന്നു അപ്പോഴേ അങ്ങ് മെറ്റീരിയലൈസ് ചെയ്യും ആ തോട്ട്. എന്തെങ്കിലും അപ്പോൾ പറയാം നമ്മൾ ചിലപ്പോൾ ചീത്ത വല്ല ദോഷമല്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ഒരു തോട്ടുമില്ലാതെ അങ്ങനെ ഒരു സ്റ്റേറ്റിലിരിക്കാമെങ്കിൽ അതാണ് നല്ലതെന്ന് പറയും. ഒന്നും വിചാരിക്കാതെ എംപ്റ്റി. പക്ഷേ നമ്മളെപ്പോഴും എനിക്ക് എംപ്റ്റി ആയിട്ടിരിക്കാനും പറ്റില്ല. എന്തെങ്കിലും വർത്തമാനങ്ങൾ വല്ലവരും പറയുമ്പോഴും അതിൻ്റെ ആൻസറും. അതായത് അമ്മയ്ക്ക് ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ട്യൂണിങ് അവിടെ സംഭവിച്ചു എന്ന് പറയാം. ഒരു കോൺഷ്യസ്നെസ്സുമായിട്ട് മഹോദയ ബാബാജി എന്ന് അങ്ങ് പറയുന്ന കോൺഷ്യസ്നെസ്. അതെ. എനിക്ക് ബാബാജിയും ശിവനും വിഷ്ണുവും കൃഷ്ണനും ദേവി എല്ലാം ഒന്ന് തന്നെ. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. എല്ലാ അമ്പലത്തിലും, ദേവിയുടെ അമ്പലത്തിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഞാൻ പറയും, കൃഷ്ണൻ അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു, നമ്മൾ രണ്ടും ഒന്ന് തന്നെ. എല്ലാ അമ്പലത്തിലും അത് മാത്രമേ പറയൂ, യു ആൻഡ് ഐ ആർ വൺ. എല്ലാ അമ്പലത്തിലും അത് പറയും. ചിലപ്പോൾ എനിക്ക് തോന്നും ദേവി ഇങ്ങനെ പറയുന്നതല്ല, ഞാനിവിടെ ഇതായിട്ടിരിക്കുന്നു, നീ അനങ്ങുന്നു. എന്നോടാരും കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. കംപ്ലൈൻറ്റ്സ് എല്ലാം ദേവിയോട്. നമ്മൾക്കുള്ള പ്രാരാബ്ധങ്ങളും എല്ലാം നമ്മൾ അമ്പലത്തിൽ പോയി പറയൂലേ, അതുപോലെ എൻ്റെ അടുത്ത് ആരും പറയൂല, ദേവിയോട് പറയും. അതേ ഉള്ളൂ ഒരു ഡിഫറൻസ്. അമ്മയുടെ ഈ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടല്ലോ, അതും ഈ മെഡിറ്റേഷനുമായിട്ട് എങ്ങനെ ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നു? അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരേ പാത്തിൽ. ഞങ്ങൾ രണ്ടുപേരും ആദ്യം തൊട്ടേ എന്ത് വിജയം പറയുന്നോ ഞാൻ പറയും, നമ്മൾ ഒന്ന്. ഞങ്ങളുടെ വിചാരം നമ്മൾ രണ്ടുപേരല്ല, ഞങ്ങൾ അത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മെഡിറ്റേഷൻ ഇതൊന്നും വരുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും, വിജയം ചെയ്യുന്നില്ലെങ്കിൽ അവിടെയാണ് പ്രോബ്ലം. ഇതിപ്പോൾ അല്ലാതെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് 2 കുട്ടികളുണ്ട്, മോനും മോളും. അവൻ അവിടെ കാർഡിയോളജിസ്റ്റാണ്, അവൻ്റെ വൈഫ് സൈക്കാട്രിസ്റ്റ്, മോള് സൈക്കോളജിസ്റ്റ്. അവർക്ക് ഞങ്ങൾ ഇതൊക്കെ പറയെങ്കിൽ എൻ്റെ മോൾക്ക് എന്നെക്കാട്ടിൽ എല്ലാം, അവൾക്കെല്ലാം കാണാൻ പറ്റും, പക്ഷേ ഒന്നും ചെയ്യൂല. ഒരു മെഡിറ്റേഷൻ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ദൂരെ ഒരു ബോർഡ് വരുന്നതിന് മുമ്പ് അവൾ പറയും, ഇന്നടത്തൊരു ബോർഡ് വരാം, ഒരു ബിൽ ബോർഡ് അവിടെ അമേരിക്കയിൽ. അപ്പോൾ അവൾക്ക് പേടിയാണ്. എനിക്ക് വേണ്ട, എനിക്ക് ഫ്യൂച്ചറൊന്നും കാണണ്ട. അതിൻ്റെ മകളാണ് ഈ പറഞ്ഞ ബാബാജി പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ വളരെ ഒരു ഡിവൈൻ ബേർത്താണ് ആ കുട്ടിയുടെ. ഈ ഡോക്ടർ ജിയുമായിട്ട് ഒരേ ഫ്രീക്വൻസിയിലുള്ളവരുമായിട്ട് എങ്ങനെ കണക്റ്റായി എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് പഴയ ജന്മത്തിൻ്റെ ആയിരിക്കും. വിജയനും ഞാനും ഞങ്ങളുടെ തിങ്കിങ്ങും എല്ലാം ഒരേപോലെയാണ്. നമ്മൾ ചിലപ്പോൾ ഞാൻ കുറച്ചൊരു സ്ട്രബേൺ ആയിരുന്നാലും വിജയന് ദേഷ്യം ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടാലും വിജയൻ ഒന്നും പറയൂല. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കൊച്ചു കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന അതൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരേപോലെ. അല്ലാതെ എന്തെങ്കിലും വരുമ്പോൾ കൊച്ചു വരുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിജയൻ അറിയത്തില്ല എന്താ ദേഷ്യം എന്ന്. വിജയൻ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഇച്ചിരി ദേഷ്യമുള്ള കൂട്ടത്തിൽ നല്ല പിള്ളേരോടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അത് ഇപ്പോഴും ഞാൻ ഈ മെറ്റീരിയൽ വേൾഡിൽ ജീവിക്കുന്നുണ്ടായിരിക്കും. കുട്ടികൾ വിളിച്ചില്ലെങ്കിൽ അയ്യോ ബോദേഴ്സ് മീ, അവർ വിളിച്ചില്ല, എന്ത് പറ്റി, താമസിച്ചോ, ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ തോട്ട്സ് ചിലപ്പം വരും. പക്ഷേ ഇപ്പോൾ ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ആയിട്ട് എൻ്റെ വിചാരം ഞാൻ ഐ എം വെരി റിലാക്സ്ഡ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ സെറ്റിലായി. ഞാൻ വയ്യോ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞ് അവരുടെ ഒരു ജീവിതമായി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ പോകരുത്. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല.
മകളുടെ കാര്യം അത് തന്നെ. അവളും അവളുടെ ഒരു ലൈഫായിട്ട് 2 പിള്ളേരും എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അവരെ പറ്റിയും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ കുറേ കൂടെ ഫ്രീ ആണ്. വിജയൻ അന്ന് 3-4 നേരം മെഡിറ്റേറ്റ് ചെയ്യും. വീട്ടിലുണ്ടെങ്കിൽ കാലത്ത്, ഉച്ചയ്ക്ക്, പിന്നെ വൈകിട്ട് ഞങ്ങൾ രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. എവിടെയായിരുന്നാലും ഒരു വെക്കേഷന് പോയാലും നമ്മൾ ഈ സാധനം ഒരിക്കലും മുടക്കത്തില്ല. അതാ ഞാൻ പറയുന്നത്, നമ്മൾ മുടക്കരുതാത്ത ഒരെണ്ണം ജീവിതത്തിൽ സാധനയാണ്. നമ്മൾ ഈ പാത്തി വന്നു കഴിഞ്ഞാൽ അതിനി നാളെ ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല. വിജയം കിടക്കുന്നതിന് മുമ്പ് കുറേ നേരം ഇരുന്ന് ഞാൻ അതൊന്നും ചെയ്യൂല. അപ്പം ഞങ്ങളുടെ ജീവിതം വളരെ ഇതായിട്ട് പോകുന്നത് നമ്മുടെ 2 പേരുടെയും തിങ്കിങ്ങും എല്ലാം ശരിയാണ്. പിന്നെ എൻ്റെ കൊച്ചു കൊച്ചു ദേഷ്യങ്ങൾ വിജയൻ അതുപോലെ അങ്ങ് എടുക്കുന്നു. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിക്കോട്ടെ, നമ്മൾ ഭൗതികമായിട്ട് ജീവിച്ചാണ് വരുന്നത്. അപ്പം കുറേയേറെ തോട്ട്സ് ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പം മെഡിറ്റേഷനിൽ അമ്മ ഇരിക്കുമ്പം ഒരു മെസ്സേജ്, നമ്മൾ ഒരു മെസ്സേജറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ മെസ്സേജസും നമ്മുടെ തോട്ട്സും ആയിട്ട് എന്തെങ്കിലും രീതിയിലൊരു ക്ലാഷ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ അമ്മയ്ക്ക്? ചിലപ്പോൾ എനിക്ക് തോന്നും മെഡിറ്റേഷനിൽ കേൾക്കുന്ന അതല്ല, അത് ശരിയല്ലല്ലോ, എങ്ങനെയാണ് വരുന്നത്. നമ്മൾ നാച്ചുറലി ഒരു തോട്ട് വരും. പക്ഷേ ഇങ്ങനെ തോട്ട് വന്നു കഴിഞ്ഞാൽ ബാലുജി ഞാൻ ഒന്നുകൂടെ മെഡിറ്റേറ്റ് ചെയ്യും. ആ തോട്ടിൽ ഞാൻ ചോദിക്കും, കേൾക്കുന്നത് ശരിയാണ്? ചുമ്മാ വെറുതെ എവിടെ ഇരുന്നാലും കണ്ണടച്ചിരുന്നാലും ഈ കേൾക്കുന്നതും എൻ്റെ തോട്ടും എങ്ങനെയാണ് രണ്ടാണോ എന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് എപ്പോഴും ഒരു കറക്റ്റ് ഇത് കിട്ടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, കേൾക്കുന്നത് അതായിരിക്കത്തില്ല, എൻ്റെ തോന്നലായിരിക്കും ചിലപ്പോൾ ഞാൻ വിചാരിക്കും കേൾക്കുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് നമ്മൾ ഇത് കിട്ടാൻ വേണ്ടി ഒരു ക്ലാരിറ്റി, അതെ. അപ്പോൾ അതിനു വേണ്ടി നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും, ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ തന്നെ ഇരുന്ന്. അപ്പം എനിക്ക് മനസ്സിലാവും അത് നമ്മുടെ തോട്ട് നമുക്കറിയാം. 1 മിനിറ്റ് നമ്മൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും കണ്ട് 1 നിമിഷം നമ്മൾ കുറച്ചൊന്ന് താമസിച്ചാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് വരിക. മൈൻഡിൽ നിന്ന് വരുന്ന തോട്ട് എനിക്കറിയാൻ പറ്റും. എൻ്റെ മനസ്സ് ചിലപ്പോൾ ഞാൻ വിജയനോട് പറയും, അതെൻ്റെ മനസ്സിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ നമ്മൾ വീട്ടുകാര്യങ്ങൾ പറയും. പക്ഷെ നമുക്ക് ആ ധ്യാനത്തിൽ കിട്ടുന്നത് സോ എൻറ്റയർലി ഡിഫറെൻറ്റ് ആണ്. അതെ, അത് നമുക്കറിയാം. അത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് വരികയല്ല, എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഈ മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ ധ്യാന സെൻറ്ററിൽ, മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ ആ ക്യാമ്പിന് വന്നപ്പോൾ അമ്മയും ഡോക്ടർ ജിയും ഒരു മുദ്ര ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അമ്മ പ്രാക്ടീസ് ചെയ്യുന്ന എന്തെങ്കിലും മുദ്രയാണോ അതോ സ്വാഭാവികമായിട്ടും വന്നതാണോ? അല്ല, അത് സ്വാഭാവികം പിന്നെ അങ്ങനെ വന്നതാ. ഞാൻ പ്രാക്ടീസ് ചെയ്തതല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കേൾക്കുക, എനിക്കറിയാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മുദ്ര വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദേവിയുടെ രൂപത്തിൽ നിൽക്കുക. വേറെ ഇതായിട്ടൊന്നും പറയില്ല, ശരിക്കും എൻ്റെ മനസ്സിൽ നിന്നൊരു ദേവിയുടെ രൂപത്തിൽ ഒരു മുദ്ര. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടൊന്നുമല്ല ബാലുജി. അത് സ്വാമി അവധൂതജിയുടെ ആ മ്യൂസിക്കും ഇട്ട് അത് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു താളത്തിൽ ഇങ്ങനെ വന്നത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം നമ്മളങ്ങനെയല്ല, ഒരു അറിയാതെ വന്ന ഒരു മുദ്രയാണ്. തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ ഒരു സത്സംഗം. കാരണം ഒരു സാധക ദമ്പതിമാരെയാണ് നമ്മൾ ഇന്ന് സത്സംഗത്തിനായിട്ട് നമുക്കിന്ന് കിട്ടിയത്. അവരുടെ ഓരോ വാക്കും, കാരണം അവർ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന സാധനം ഒരുമിച്ച് ചെയ്യുകയാണ് അവർ. അങ്ങനെ കിട്ടുന്നതും ഭാഗ്യം തന്നെയാണ്, ഒരു പൂർവ്വജന്മ സുഹൃതം തന്നെയാണ് ഇങ്ങനെ ഒരു ദമ്പതിമാരെ കിട്ടിയതും. അവർ തമ്മിലുള്ള ഒരു ബോണ്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് ഇത്രയും നാളായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഓരോ അനുഭവങ്ങളും നമ്മൾ കേട്ടു. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടത്, നമ്മൾ സാധകർ ഉറപ്പിക്കേണ്ടത്, ഒരു വണ്ണസ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആ സ്പിരിച്വൽ ഹേർട്ട് ഉണർത്തുക എന്നുള്ളതാണ്. എങ്ങനെ ഉണർത്താം? ആ ഒരു സമർപ്പണം, ശുദ്ധബോധത്തിനോടുള്ള ആ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ഒരു സമർപ്പണം മാത്രമാണ് നമ്മുടെ ആ സ്പിരിച്വൽ ഹേർട്ട് ഉണർത്തി ആ ഒരു ഡിവിനിറ്റിയുമായിട്ടുള്ളൊരു കണക്ഷൻ, ആ ഒരു ട്യൂണിങ് വരുത്തുക എന്നുള്ളതാണ്. അമ്മയ്ക്കായിരുന്നാലും ഡോക്ടർ ജി ആയിരുന്നാലും ആ ട്യൂണിങ് ലഭിച്ചു എന്നുള്ളത് അവരുടെ ആ സമർപ്പണത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. മഹാവതാർ ബാബാജിയുമായിട്ടുള്ളൊരു കണക്ഷൻ, ആ ശുദ്ധബോധം തന്നെയാണ് ഞാൻ എന്ന് ബാബാജി വീണ്ടും വീണ്ടും പറയുന്നത് അവർക്ക്
ബോധ്യപ്പെടുകയാണ്. അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ കൂടി രണ്ടുപേർക്കും ബോധ്യപ്പെടുത്തിപ്പെട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദമ്പതിമാരെ നമുക്കിന്ന് സത്സംഗമായിട്ട് ലഭിച്ചത് നമ്മുടെ സാധകരുടെ മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ സാധകർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇത്രയും നേരം നമ്മളോട് ഈ ഒരു സമയം നമ്മൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്, നമുക്ക് തന്നതിന് കോടി കോടി പ്രണാമങ്ങൾ രണ്ടുപേരുടെ പാദങ്ങളിലും നൽകുകയാണ്. അമ്മ ഡോക്ടർ ജി, നമ്മൾ സാധകരോട് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ അങ്ങയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അമ്മയ്ക്കും എന്താണ് പറയാനുള്ളത്? ഈ ജീവിതവും സ്പിരിച്വൽ ലൈഫും രണ്ടാണെന്ന് കാണുക, രണ്ടും ഒന്നാണെന്ന് കാണുക. നിങ്ങൾ ഭൗതികമായ ലോകത്ത് മാത്രം ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റായി പോകും. അതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് കുട്ടികളാവാം, പേരക്കുട്ടികളാവാം, എല്ലാമാവാം, നിങ്ങൾക്ക് കാറാവാം, എന്തുമാവാം. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഞാൻ സാക്ഷാൽ ബോധം, അതായത് ഐ ആം പ്യുവർ കോൺഷ്യസ്നെസ്സാണ്, ഈ ശരീരം അത് ക്യാരി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ യുവർ ലൈഫ് വിൽ ബി വർത്ത് ലിവിങ്. അതിനു വേണ്ടി നിങ്ങൾക്ക് ഇവിടെയും ഇഷ്ടംപോലെ ഗുരുക്കന്മാരുണ്ടല്ലോ, അവരെയൊക്കെ കാണുക. അവരുടെ ഗൈഡൻസിൽ കൂടെ നിങ്ങൾക്കും തീർച്ചയായും ഞങ്ങളെവിടെ എത്തിയോ അവിടെയും അതിനപ്പുറവും എത്താൻ പറ്റുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങളോടെല്ലാം ഞങ്ങൾക്ക് കൃതജ്ഞതയുണ്ട്. പ്രണാംസ്.